ഓഡിബിൾ ആണോ? അതെ, ഓഡിബിൾ ആണ്. ഓക്കെ. ദൈവത്തിന്റെ സന്നിധിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചൈൽഡ് ഡിഫൻസ് ബോർഡിന്റെ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ആയിട്ട് കൂടി വരുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. കടന്നു വന്നിരിക്കുന്ന എല്ലാ അധ്യാപകർ മറ്റേ പ്രിയപ്പെട്ടവർക്കെല്ലാം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. നമ്മുടെ മീറ്റിംഗ് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. കുറച്ചു പേരുടെ ഇന്ന് കടന്നു വരുന്നതിന് വേണ്ടിയാണ് അല്പസമയം വെയിറ്റ് ചെയ്തത്. ദയവായി ക്ഷമിക്കുക. സമയത്തിന് മുൻപേ കടന്നു വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരോടുള്ള പ്രത്യേക സ്നേഹം ചൈൽഡ് ഡിഫൻസ് ബോർഡിന്റെ പേരിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിച്ച് ആരംഭിക്കുവാനായി ചൈൽഡ് ഡിഫൻസ് ബോർഡിന്റെ രക്ഷാധികാരിയായിരിക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ സാറിനെ ക്ഷണിക്കുന്നു. ദേവദാസിനെ സ്നേഹപൂർവ്വം പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നു. സാറ് മൈക്ക് മ്യൂട്ടാണ്. ഇല്ല, ആയിട്ടില്ല. കേൾക്കാൻ സാധിക്കുന്നില്ല. സാറേ, ഓഡിയോയുടെ അവിടെ ഒരു ചുമന്ന ക്ലോസ് കൊടുക്കുന്നുണ്ട്. അതായത് ഞെക്കിയാൽ മതി. ഓഡിയോയുടെ അവിടെ ഒരു ക്ലോസ് കൊടുക്കുന്നുണ്ട്, അവിടെ ഞെക്കിയാൽ മതി. ഇപ്പൊ ശരിയായി. പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ മടക്കാം. ഞങ്ങളെ അണുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവേ, ധന്യമായ ഈ സമയത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ കൂടുവാൻ തക്കണം അവിടുന്ന് ഒരുക്കി സാവകാശനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, ചൈൽഡ് ഇവാഞ്ചലിസം ബോർഡിന്റെ ആഹ്വാനത്തില് ടീച്ചേഴ്സിന് ഒരു ട്രെയിനിങ് കൊടുക്കാനാണല്ലോ പിതാവേ ഈ മീറ്റിംഗ് കൺവീൻ ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ നിറസാന്നിധ്യം അനുഭവിക്കാൻ ദൈവമേ അവിടെ സഹായിക്കണമേ എന്ന ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, സ്തോത്രം. ഞങ്ങളുടെ ഭാവി തലമുറകളെ രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണല്ലോ. വഷളത്ത് നിറഞ്ഞ ലോകത്തിൽ ചുറ്റുപാടിൽ അവർ ജീവിക്കുമ്പോൾ അവർ നിർമ്മല വചനം വിട്ട് ദൈവസന്നിധി വിട്ട് അകന്നു പോകാൻ ഇടയാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവെ, അതിന് അവരുടെ ചെറുപ്പത്തിൽ തന്നെ അവരെ മോൾഡ് ചെയ്യുവാൻ മോൾഡ് ചെയ്യേണ്ടത് ആവശ്യമാണല്ലോ പിതാവേ, സ്തോത്രം. ആ ചൈൽഡ് ഇവാഞ്ചലിസം ബോർഡിന്റെ ആഹ്വാനിക്കുന്ന നടക്കുന്ന വിവിധ മീറ്റിങ്ങുകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഇന്നും അവിടുത്തെ സാന്നിധ്യം കൂടെയും ദൈവം ഞങ്ങളെ നടത്തണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അവിടുത്തെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ പാസ്റ്റർ എബ്രഹാം അദ്ദേഹത്തിനെ ഒരുക്കിയതോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, ഇന്ന് ഈ ടീച്ചേഴ്സിനോട് മറ്റുള്ളവരോട് പറയേണ്ടത് ഒന്നും മറച്ചു വെക്കാതെ വ്യക്തമായി സ്പഷ്ടമായി പറയുവാൻ ദാസനെ അവിടുന്ന് ഇടയാക്കണം എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത് ഈ സോമിൽ പങ്കെടുക്കുന്ന എല്ലാ ടീച്ചേഴ്സിനെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുവാൻ, അത് അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം, അവിടെ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ മോൾഡ് ചെയ്യുന്ന ആ പ്രക്രിയയിൽ അതെല്ലാം അവർക്ക് അനുഗ്രഹമാക്കി ദൈവം തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭാവിയിലെ വാഗ്ദാനങ്ങളാണല്ലോ പിതാവേ, സ്തോത്രം. അവരെ കഥാ രൂപപ്പെടുത്തുവാൻ തക്കണം ഈ കഥാവേ, സ്തോത്രം മീറ്റിങ്ങില് ഈ ടീച്ചേഴ്സിനെ ഒരുക്കുന്നത് വഴി അത് സാധ്യമാക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്തദാസനെ എറണാകുളത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു.
ഇന്ന് കർത്താവേ സ്തോത്രം പറയേണ്ടതെല്ലാം പറയുവാൻ തന്നെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തി കേട്ട കർത്താവ്. ഇതിൽ പങ്കെടുത്ത എല്ലാ ടീച്ചേഴ്സ് ആത്മാർത്ഥമായിട്ട് ഇതിൽ പങ്കെടുത്തുകൊണ്ട് കർത്താവേ സ്തോത്രം ഈ പങ്കെടുത്തത് നന്നായി നന്നായി എന്ന് പറയുവാൻ അത് കർത്താവ് ഭാവിയിലെ അവരുടെ പ്രവർത്തനത്തിന് ഒരു മുതൽക്കൗട്ടാക്കി ദൈവം തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കും. ദൈവഭയത്തോടെ ഭക്തിയോടെ ആയിരിക്കാൻ ദൈവം തുണച്ചാട്ടെ. പ്രാർത്ഥന ഞാനും കേട്ടിയാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കും. കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടുള്ള നന്ദിയെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചൈൽഡ് ഇവാഞ്ചലിസം ബോർഡിന്റെ രക്ഷാധികാരിയായി സുദീർഘമായ സേവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ നടുവില് ടീച്ചേഴ്സിന് ട്രെയിനിങ്ങിനായി കടന്നു വന്നിരിക്കുന്നത് ശാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ എബ്രഹാം മന്നമരുതി സാറാണ്. കഴിഞ്ഞ വർഷവും നമുക്ക് ഇതേ സമയത്ത് ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ ക്രമീകരിക്കുകയുണ്ടായി. അത് എല്ലാ ടീച്ചേഴ്സിനും വളരെ പ്രയോജനകരമായി എന്ന് അറിയുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാറിനെ വീണ്ടും ക്ഷണിക്കുവാൻ ഇടയായി തീർന്നത്. അന്ന് തന്നെ ഒരു തുടർ ക്ലാസ് ക്രമീകരിക്കുവാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നു. എങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ അന്ന് ഇത് സാധിച്ചില്ല. എന്നാൽ ഇന്ന് നമുക്ക് പ്രിയ സാറിനെ നമുക്ക് വീണ്ടും ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ ഈ സൂം മീറ്റിംഗിലേക്ക്, ഈ ട്രെയിനിങ്ങിലേക്ക് ക്രിസ്തുയേശുവിന്റെ നാമത്തിലും ചൈൽഡ് ഇവാഞ്ചലിസം ബോർഡിന്റെ പേരിലുമുള്ള സ്വാഗതം ഈ സമയത്ത് അറിയിക്കുകയാണ്. നമുക്ക് പ്രാരംഭമായ അല്പസമയം നമ്മോട് സംസാരിക്കുവാനായിട്ട് നമ്മുടെ ദൈവസഭയുടെ കൗൺസിലിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഡോക്ടർ രാജു കെ ജോർജ് സാറ്, കഴിഞ്ഞ വർഷവും സാറ് തന്നെയായിരുന്നു പ്രാരംഭമായി സംസാരിച്ചത്. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഇന്ന് രാത്രിക്കാലം നമ്മുടെ സൂമില് കടന്നു വന്നിട്ടുണ്ട്. സാറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സാറിനെ പ്രാരംഭമായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനും നമ്മോട് സംസാരിക്കുവാനും സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം. ദൈവ തിരുനാമത്തിന്റെ മഹത്വം. നമ്മുടെ സൺഡേ സ്കൂള് ടീച്ചേഴ്സിന് പ്രത്യേകമായ ട്രെയിനിങ് നൽകേണ്ടതിനായി ചൈൽഡ് ഇവാഞ്ചലിസം ബോർഡ് ക്രമീകരിച്ചിരിക്കുന്ന ഈ ട്രെയിനിങ് സെഷനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രത്യേക സെഷനില് ടീച്ചേഴ്സിന് വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകുവാൻ ഇതിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ എബ്രഹാം സാറിനോട് ഉള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷവും ഇതുപോലെ നടന്ന മീറ്റിങ്ങിൽ ഞാനും പങ്കെടുക്കുകയുണ്ടായി. വളരെ മനോഹരമായി കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, എന്ത് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് വളരെ വിശദീകരിച്ച് ദൈവത്തിന്റെ ദാസൻ അധ്യാപകരോട് ഒരു ട്രെയിനിങ് പോലെ നിർദ്ദേശിക്കുകയുണ്ടായി. വളരെ ഇഫക്റ്റീവായി തീർന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ വർഷവും നമ്മുടെ സൺഡേ സ്കൂള് അത് ഏറ്റവും ശക്തമായി തീർക്കേണ്ടതിനായി മനസ്സോടെ ഈ ദൗത്യത്തിന് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഉദ്യമിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകർക്കും പ്രത്യേകമായി ഞാൻ അവരെ ഓർത്ത് സന്തോഷിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. ഈ സൺഡേ സ്കൂളിന്റെ ചൈൽഡ് ഇവാഞ്ചലിസം ബോർഡിന് വേണ്ടത്ര നേതൃത്വം നൽകുകയും കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഇവാഞ്ചലിസം ബോർഡിലെ അതിന്റെ ഭാരവാഹികൾ പ്രിയ ദേവദാസൻ അനിൽ ജോർജ്, അതുപോലെ ഇതിന്റെ രക്ഷാധികാരിയായിരിക്കുന്ന ഡോക്ടർ അലക്സാണ്ടർ, അതുപോലെ മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ പ്രത്യേകമായി ഈ തരുണത്തിൽ നന്ദി പറയുകയാണ്. സൺഡേ സ്കൂൾ എന്നുള്ളത് വളരെ പരമപ്രധാനമായ ഒരു ദൗത്യമാണ്. നമ്മുടെ സഭയിൽ ഞാൻ എല്ലാ ഇടത്തും പറയുന്ന ഒരു സഭയിൽ ഒരു വ്യക്തി മാത്രമേ സൺഡേ സ്കൂളിനുള്ളൂ എങ്കിൽ പോലും ആ സൺഡേ സ്കൂള് കൃത്യനിഷ്ഠമായി ശക്തമായി തന്നെ അതിനെ നടത്തേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ആ ഒരു കുഞ്ഞ് ഭാവിയിൽ ദൈവത്തിന് വേണ്ടി എപ്രകാരം പ്രയോജനപ്പെടും എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ മനോഭാവനയിൽ കണ്ടാൽ അവർ ദൈവത്തിന് വേണ്ടി വളരെ ഫലപ്രദമായി തീരേണ്ടവരാണ് എന്നുള്ള ആ ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ ഒരാളെ ഉള്ളെങ്കിൽ പോലും നാം ആ ശുശ്രൂഷ ദൈവത്തിന് വേണ്ടി വിശ്വസ്തരായി നാം ചെയ്യേണ്ടതാണ്. ഞാൻ
സംസാരിക്കുമ്പോൾ ഞാൻ ആയിരിക്കുന്ന സഭയിൽ ഇപ്പൊ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു. പല കുഞ്ഞുങ്ങളും മറ്റ് സ്ഥലങ്ങളായി കടന്നുപോയി. ഏതാണ്ട് ഒരാൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 അധ്യാപകരും എൻ്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ അവർ 2 പേരും ഈ ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട്. അവർ വളരെ സന്തോഷത്തോടെ ആ ദൗത്യം ഏറ്റെടുക്കുന്നു. നമ്മുടെ സഭകളിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങളാണ്, താലന്തുകളാണ് നമ്മുടെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾ. അവരെ അഭ്യസിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ കൃപ, ആ ശുശ്രൂഷ ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മൾ എപ്പോഴും ഭരിക്കണം. അവരെ പഠിപ്പിക്കുവാൻ നല്ല പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് പറയുമ്പം ബൈ പ്രൊഫഷൻ ഞാൻ ഒരു അധ്യാപകനാണ്. ഞാൻ കഴിഞ്ഞ വളരെ വർഷങ്ങളായി ഞാൻ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്നും പഠിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു ക്ലാസ് പഠിപ്പിക്കണമെങ്കിൽ സാധാരണഗതിയിൽ ഞങ്ങൾ പറയുന്നത് ഒരു 3 മണിക്കൂർ, 1 അവർ ടീച്ചിങ്ങിന് 3 അവറെങ്കിലും പ്രിപ്പറേഷന്റെ ആവശ്യമുണ്ട്. അങ്ങനെ ആ രീതിയിൽ നാം പ്രിപ്പയർ ചെയ്ത് പ്രാർത്ഥിച്ച്, ഞാൻ പക്ഷേ പഠിപ്പിക്കുന്നത് സെക്കുലറാണ്, പക്ഷേ ഇവിടെ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയും പ്രിപ്പറേഷനും ഒരുക്കവും അവരെ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള വളരെ നല്ല കാഴ്ചപ്പാടും, അതിന് നല്ല പുസ്തകം ആവശ്യമാണ്, കരിക്കുലം ആവശ്യമാണ്. അത് ഷാരോൺ ഫെലോഷിപ്പിൽ നിന്ന് നമുക്ക് അവിടെ സഹായത്താൽ അവർ വളരെ അധ്വാനിച്ച് ഉണ്ടാക്കിയ ആ പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതാണല്ലോ ഉപയോഗിക്കുന്നത്. അത് തയ്യാർ ചെയ്ത ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെടുത്ത് വ്യക്തമായി ശക്തമായി പഠിപ്പിക്കുവാൻ ദൈവം എല്ലാ അധ്യാപകരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനങ്ങളാണ്. അവരെ ക്രിസ്തുവിൽ, ആ യങ് മൈൻഡ്സിൽ, ആ യുവ അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിലുള്ള ആ മനസ്സിൽ ക്രിസ്തുവിനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, നമ്മുടെ മാതൃകാ ജീവിതം കൊണ്ട് സാധിക്കും. അത് ചെയ്തെടുപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. അത് എപ്രകാരമായി തീരണം എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം, പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് ലൈവായി തന്നെ കർത്താവദാസനെ എബ്രഹാം സാറ് ഇവിടെ പ്രസ്താവിക്കും. അതെല്ലാം വളരെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ഈ യത്നം ഏറ്റവും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു വെരി മച്ച്. കർത്താവിന്റെ ശ്രേഷ്ഠദാസനുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. നമ്മുടെ നടുവിലേക്ക് കടന്നു വന്ന ദൈവസഭാ കൗൺസിലിനെ പ്രതികരിച്ചുകൊണ്ട് ചില വാക്കുകൾ ആശംസയായും നമുക്ക് പ്രചോദനമായി തരുവാനായിട്ട് കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ ദൈവം സഹായിച്ചുവല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് നമ്മളെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമുക്ക് മുമ്പ് ഞാൻ പ്രസ്താവിച്ചതുപോലെ തന്നെ ഇന്ന് നമുക്ക് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സൺഡേ സ്കൂൾ വിഭാഗമാകുന്ന സൺഡേ സ്കൂൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന എബ്രഹാം മന്നമരുതി സാറാണ്. കർത്താവിൽ വളരെ പ്രസിദ്ധനും ഒരു എഴുത്തുകാരനും ഒരു വാഗ്മിയുമായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ നമുക്ക് ലഭിച്ചത് നമുക്ക് വളരെ അനുഗ്രഹമാണ്. കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ ആദരപൂർവം ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ക്ലാസ്സിലേക്കും ക്ഷണിക്കുന്നു. ഈ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല നിലകളിൽ ഉള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുവാൻ എല്ലാ ടീച്ചേഴ്സിനെ ദൈവം സഹായിക്കട്ടെ. അതേപോലെ ടീച്ചേഴ്സും മാതാപിതാക്കളും ഒക്കെ ആയിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, മാതാപിതാക്കൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരെയും സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ടീച്ചേഴ്സിനെ റിവാൻസ് ബോർഡിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ മീറ്റിംഗ് അടുത്ത സെഷനിലേക്ക്, ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം സഹായിക്കണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേൾക്കാമോ സാറേ? കേൾക്കാം. നമുക്ക് എത്ര സമയം വരെ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയി. നമ്മള് കഴിഞ്ഞ വർഷവും 1 മണിക്കൂറായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ബഹുമാനരായ ദൈവദാസന്മാരോടും സൺഡേ സ്കൂൾ അധ്യാപകരോടും ചേർന്ന് ഇങ്ങനൊരു കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ സർവകൃപാലുവായ ദൈവം നൽകിയ അവസരത്തിന് പ്രാരംഭത്തിൽ എല്ലാ മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചൈൽഡ് ഇവാഞ്ചലിസം ബോർഡിന്
വളരെ അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന പ്രിയ അനിൽ സാറ്, ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷൻ കൂടിയാണല്ലോ. കർത്താവിന്റെ ദാസൻ, തന്നോട് ചേർന്ന് കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനങ്ങൾക്ക് വളരെ അനുഗ്രഹീത നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മറ്റ് ബഹുമാന്യരായ ദേവദാസന്മാർ, ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ചാരംഭിച്ച പ്രിയ അലക്സാണ്ടർ സാറ്, തൊട്ടു മുമ്പ് സൺഡേ സ്കൂളിന്റെ ആവശ്യകതയും അതിന്റെ ഒരുക്കത്തെയും സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ നല്ലൊരു സന്ദേശം നൽകി തന്ന പ്രിയ രാജു സാറ്, കർത്താവിന്റെ വേലയുടെ ഭാഗമായി സൺഡേ സ്കൂൾ അധ്യാപനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ആദരണീയരായ സൺഡേ സ്കൂൾ അധ്യാപകർ, പാസ്റ്റേഴ്സ്, അധ്യാപികമാർ, പേരൻസ്, ഏവർക്കും കർത്താവായ യേശുവിന്റെ നാമത്തിൽ പ്രത്യേക സ്നേഹവന്ദനങ്ങളെ ഞാൻ പ്രാരംഭ സമയത്ത് അറിയിക്കുകയാണ്. ഒരു പ്രാവശ്യം കൂടെ ഇങ്ങനെ സൺഡേ സ്കൂൾ അധ്യാപകരുമായിട്ട് അല്പസമയങ്ങൾ സംസാരിക്കാൻ ഒരു അവസരം എനിക്ക് ഈ വർഷം ഒരുക്കി തന്നതിന് ഞാൻ പ്രാരംഭത്തിൽ തന്നെ നന്ദിയും ഇതിന്റെ ചുമതലക്കാരോട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് ഷാരോൺ ഫെലോഷിപ്പിന്റെ സിലബസ് അത് വാങ്ങുവാനും അത് പഠിപ്പിക്കുവാനും സഭ കാണിക്കുന്ന, ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പ് കാണിക്കുന്ന സന്മനസ്സിന്, ഞങ്ങളെ അംഗീകരിക്കുന്നതിന് ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, LKG മുതൽ LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇങ്ങനെ 12 ക്ലാസ്സുകൾ നമുക്കുണ്ട്. 14 പുസ്തകമാണ് മൊത്തമുള്ളത്. അതിന്റെ 14 പുസ്തകങ്ങളുടെയും ഇംഗ്ലീഷ് പരിഭാഷ നമുക്ക് ഉണ്ട്. ഞാൻ അതോടൊപ്പം ചേർത്ത് പറയുകയാണ്, 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഹിന്ദി പുസ്തകങ്ങളും ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം മുതൽ നമുക്കുണ്ട്. ഇതേ പരിഭാഷ തന്നെയാണ്, ഇതേ കാര്യം തന്നെയാണ്. അപ്പോ നോർത്ത് ഇന്ത്യയിലൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും പുസ്തകങ്ങൾ ഹിന്ദി ഭാഷയിൽ നിങ്ങളോട് ആവശ്യപ്പെടുന്ന പക്ഷം പുസ്തകം ഉണ്ടെന്ന് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വാക്കുകൾ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചത്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കും. സാറേ മ്യൂട്ടായി പോയേ. ഓക്കെ, കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ കാര്യങ്ങള് മിക്കവാറും എല്ലാം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നുള്ളത്. അത് മാത്രമല്ല, പ്രിയ അനിൽ സാർ കുറച്ചു മുമ്പ് അതിന്റെ ഒരു യൂട്യൂബ് വീഡിയോ റെക്കോർഡ് ചെയ്തത് ഇട്ടു. ഞാൻ ഒരിക്കൽ കൂടെ അത് കേട്ടു. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി അക്കാര്യത്തിലുണ്ടായി. അപ്പൊ ആവർത്തനങ്ങള് ഒഴിവാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കർത്താവിന്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. എന്നാൽ അതേസമയം തന്നെ ഞാൻ മനസ്സിലാക്കുന്നു, പുതിയതായിട്ട് ഈ വർഷം അധ്യാപന ശുശ്രൂഷയിലേക്ക് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുള്ളത് കൊണ്ട് ഒഴിവാക്കാനാവാത്ത ചില കാര്യങ്ങൾ ആവർത്തിക്കുകയും വേണമെന്ന് ഞാൻ കരുതുകയാണ്. എങ്കിലും വിരസതയൊക്കെ ഒഴിവാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു സഭയിൽ ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ കടന്നുപോയി. അപ്പൊ ഞാൻ എവിടെ ചെന്നാലും ഈ സൺഡേ സ്കൂളിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരാമുഖം പറഞ്ഞാണ് മീറ്റിങ്ങിലേക്ക് സംസാരിക്കുന്നത്. അപ്പൊ അന്ന് സൺഡേ സ്കൂളിന്റെ പ്രാധാന്യം എന്താണെന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങോട്ടാ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നും അവരെ കർത്താവിൽ നിലനിർത്തണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ വൈകിട്ടത്തെ മീറ്റിംഗ് അവസാനിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, പാസ്റ്റങ്ങളെ, ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ആവശ്യമുള്ളതായിരുന്നു, കുറച്ചുകൂടെ പറയേണ്ടതായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്തതായിട്ട് കൂട്ടിച്ചേർത്തൊരു വാചകമുണ്ട്, ഞാൻ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനാണ്.
ഞാൻ സൺഡേ സ്കൂൾ അധ്യാപനം നിർബന്ധിച്ച് ആരും എന്നെ ഏൽപ്പിച്ചതല്ല, ഞാൻ ചോദിച്ചു വാങ്ങിയതാണ്. കാരണം ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഒരു സൺഡേ സ്കൂൾ ക്ലാസ് മുഖാന്തരമാണ്. അപ്പൊ എനിക്ക് ജിജ്ഞാസ തോന്നി, കൗതുകം തോന്നി, ഇതിന്റെ അർത്ഥം എന്താ, ഇതിന്റെ സംഭവം എന്താണെന്ന് അറിയും. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മോനെ എന്താ സംഭവിച്ചത്? അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞു. ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, കാരണം നമുക്ക് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സംസാരിക്കാനുള്ളതുകൊണ്ട്, ഒരാമുഖമായതുകൊണ്ട് ചുരുക്കി പറയും. വളരെ ആത്മീയനായിരുന്ന ഒരു കുട്ടി, സഭയിലും പാസ്റ്ററേയും കുടുംബത്തിലും പാസ്റ്ററാലും ഒക്കെ നല്ല സാക്ഷ്യം പ്രാപിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ. +2 വിദ്യാഭ്യാസത്തിന് ശേഷം കേരളത്തിന്റെ വെളിയിൽ ഒരു സ്ഥലത്ത് പഠിക്കാനായിട്ട് അദ്ദേഹം കടന്നുപോയി. അങ്ങനെ പഠനം നടത്തി ആദ്യത്തെ വർഷം ബഹുമിടുക്കനായിട്ട് അധ്യാപകരുടെയും മറ്റു വിദ്യാർത്ഥികളുടെ എല്ലാം ആദരവും പ്രശംസയും പിടിച്ചു പറ്റി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 2ാം വർഷത്തിന്റെ പകുതിയിലെത്തിയ സമയത്ത് പെട്ടെന്ന് കൂട്ടുകാരുടെ സ്വാധീന വലയത്തിലേക്ക് വഴുതി വീഴേണ്ട ഒരു അവസ്ഥ ഈ കുട്ടിക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ അവനൊരു ലഹരിക്ക് അടിമയായിട്ട് മാറുന്നു, ക്രമേണ ലഹരിക്ക് അടിമയായിട്ട് മാറുന്നു. അവസാനം ഇതില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ലഭിക്കുന്ന രൂപയൊന്നും തികയാതെ വരുന്നു. ഈ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നു. ഫീസ് അടയ്ക്കേണ്ട പൈസ എടുത്ത് തൻ്റെ ഈ സന്തോഷകരമായ, ആനന്ദകരമായെന്ന് തോന്നുന്ന അനുഭവങ്ങൾക്ക് വേണ്ടിയൊക്കെ മാറ്റിവെക്കുകയാണ്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അറ്റൻഡൻസ് കുറയുന്നു, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പഠനത്തിൽ ഏകാഗ്രത, പല പ്രശ്നങ്ങളായി. ഏറ്റവും ഒടുവിൽ വലിയൊരു കുറ്റബോധത്താൽ അവൻ ഭരിക്കപ്പെടുകയാണ്. ഒരു ദിവസം തൻ്റെ റൂംമേറ്റ്സ് എല്ലാം കോളേജിലേക്ക് പോയ സമയത്ത് ഇനിയും ജീവിച്ചിരിക്കണ്ട എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരും. മാതാപിതാക്കളെ വഞ്ചിച്ചു, പാസ്റ്റങ്ങളെ വഞ്ചിച്ചു, സഭയെ വഞ്ചിച്ചു, അവരെല്ലാവരും ഭയങ്കര പ്രാർത്ഥനയാണ്, പക്ഷെ അവരിത് അറിയുന്നില്ല എന്നുള്ള ചിന്ത ഈ മോനെ കുറ്റബോധത്തിലേക്ക് ആഴത്തിലേക്ക് അവനെ തള്ളിവിട്ടു. അങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ച് അദ്ദേഹം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. അതെല്ലാം എന്നോട് പറഞ്ഞെങ്കിലും ഞാനൊന്നും ഇവിടെ പറയുന്നില്ല. അതിന്റെ ഏറ്റവും ക്ലൈമാക്സിലെത്തിയ സമയത്ത് ആത്മഹത്യക്ക് വേണ്ടി അങ്ങനെ അത് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ആ സന്ദർഭത്തിൽ പെട്ടെന്ന് അവനൊരു ബോധക്ഷയം പോലെ വരികയാണ്. അവന്റെ ഓർമ്മ മറയുകയാണ്. അടുത്ത അവൻ കാണുന്നത് വർഷങ്ങൾക്ക് പുറകിലുള്ള ഒരു സൺഡേ സ്കൂൾ ക്ലാസ് ആണ്. ഇത് ഭാവനയെ കാണുന്ന കാര്യമല്ല, നടന്ന ഒരു കാര്യം അവൻ റീകളക്ട് ചെയ്യുകയാണ്, അല്ലെ അവൻ കാണുകയാണ്. അപ്പൊ ആ ക്ലാസ്സില് ഈ കുട്ടിയുണ്ട്, മറ്റു 2 കുട്ടികളുമുണ്ട്. അക്ഷരാർത്ഥത്തിൽ അധ്യാപകൻ ഇരുന്ന് ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് അധ്യാപകൻ പറഞ്ഞ ഒരു വാക്യം ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ്. ഈ കുട്ടി കേൾക്കുകയാണ്. ആ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഇത് 3 പ്രാവശ്യം ഈ അധ്യാപകൻ ആവർത്തിച്ചു. ഇവന്റെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞു. പെട്ടെന്ന് ഇവന്റെ ബോധം തിരിച്ചു വരികയാണ്. അവൻ പൊട്ടിക്കരഞ്ഞു. അവൻ ദൈവസന്നിധി സമർപ്പിച്ചു. വീട്ടിൽ അവൻ സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞു. അവിടുത്തെ പഠനം ഉപേക്ഷിച്ച് നാട്ടിൽ കടന്നു വന്നു. അതേ കോഴ്സിന് നാട്ടിലൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തു. അവന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞു. പോസ്റ്റ് ഗ്രാജുവേഷന് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സൺഡേ സ്കൂൾ അധ്യാപന ശുശ്രൂഷ പാസ്റ്ററിനോട് ചോദിച്ചു വാങ്ങി അവൻ ചെയ്യുന്നു. അപ്പൊ ഞാൻ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നമ്മളൊക്കെ ഒരർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളിലേക്ക് വിത്തുകൾ വിതയ്ക്കുകയാണ് സൺഡേ സ്കൂളിൽ. പക്ഷെ ആ വിത്തിന്റെ ഫലം ഇന്നോ നാളെയോ അടുത്ത ദിവസമോ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഈ വിതയ്ക്കുന്ന ഒന്നും നഷ്ടമല്ല, ഇന്നല്ലെങ്കിൽ നാളെ അത് പ്രയോജനമായിട്ട് മാറും. അതുകൊണ്ട് ഇത് മടുപ്പ് കൂടാതെ ചെയ്യേണ്ട ഒരു വലിയ മഹത്തായ ഒരു ശുശ്രൂഷയാണെന്നുള്ള ഒരു തിരിച്ചറിവിലൂടെ വേണം നമ്മൾ ഈ സൺഡേ സ്കൂൾ അധ്യാപനത്തിന്റെ അല്ലെങ്കിൽ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ട് മാറാനായി. അതുകൊണ്ട് ഞാൻ ആ ആമുഖം പറഞ്ഞ് പ്രധാനപ്പെട്ട ക്ലാസ്സിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാരംഭത്തില് ഈ കുഞ്ഞുങ്ങളുടെ ഇടയിലെ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രാധാന്യത, വിദ്യാഭ്യാസം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രാധാന്യതയെ സംബന്ധിച്ച് ചിലർ പറഞ്ഞ ചില കൊട്ടേഷൻസും
അതിപ്രധാനമായ ചില ഉദ്ധരണികൾ. മാർട്ടിൻ പി സൈമൺ എന്ന ഒരു എഴുത്തുകാരൻ, അദ്ദേഹം ഒരു വിദേശീയനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കുട്ടികളെ സഭ ഇന്ന് അവഗണിച്ചാൽ കുട്ടികൾ സഭയെ അവഗണിക്കുന്ന കാലം വിദൂരമല്ല. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൊട്ടേഷനാണ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ ഒരു ഉദ്ധരണിയുടെ ഒന്ന് ആവർത്തിക്കുകയാണ്. അത് പുതിയ ആളുകൾക്ക് വേണ്ടിയാണ്. ഒരു ചിന്തകനായ മനുഷ്യൻ പറഞ്ഞത്, എന്നെ നിങ്ങളുടെ ഒരു കൂട്ടായ്മ യോഗത്തിലേക്ക് കൊണ്ടുപോകൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ ആത്മീയ നിലവാരം, സഭയുടെ ഇപ്പോഴത്തെ ആത്മീയ നിലവാരം എന്താണെന്ന് ഞാൻ ആ കൂട്ടായ്മ യോഗത്തിൽ സംബന്ധിച്ച ശേഷം നിങ്ങളോട് പറയാം. എന്നാൽ എന്നെ നിങ്ങളുടെ സൺഡേ സ്കൂളിലേക്ക് കൊണ്ടുപോകൂ. നിങ്ങളുടെ സഭ നാളെ എന്തായി തീരുമെന്നും അതിന്റെ ഭാവി എന്താണെന്നും ഞാൻ പറയാം. അപ്പം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ സഭ. ഇന്നത്തെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളാണ് നാളെ സഭയുടെ ലീഡർഷിപ്പിൽ വരേണ്ടവരും പാസ്റ്റേഴ്സ് ആയിട്ട് വരേണ്ടവരും പിതാക്കന്മാർക്കും മാതാക്കൾക്കും പകരം ഇരിക്കേണ്ടവരും. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു ശുശ്രൂഷയാണ് കുട്ടികളുടെ ഇടയിലത് എന്ന കാര്യം വിസ്മരിക്കരുതെന്ന് ഞാൻ വളരെ വിനീതമായിട്ട് ദൈവ മക്കളോട് അഭ്യർത്ഥിക്കുന്നു. പുരാതന ഗ്രീസ് രാജ്യത്ത് അവിടെ സഭകൾ ഉപയോഗിച്ചിരുന്ന ഒരു പ്രത്യേക മുദ്രാവാക്യത്തെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അവരുടെ ചർച്ച് പിരിയുന്ന സമയം ആശീർവാദം പറയുന്നതിന് തൊട്ടു മുമ്പ് അവർ ചെയ്യുന്ന ഒരു കാര്യം, പ്രായമുള്ളവരെ എല്ലാം സഭയിൽ എഴുന്നേൽപ്പിച്ചു നിർത്തും. അത് കഴിഞ്ഞ് അവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ ഇരിക്കുന്ന ആളുകൾ ചേർന്ന് അവരെ ചൂണ്ടിക്കൊണ്ട് പറയും, ദ ഗ്ലോറി ഓഫ് ദി പാസ്റ്റ്. ഇവരാണ് കഴിഞ്ഞ കാലത്തിന്റെ മഹത്വം. അടുത്തത് യൗവനക്കാരെ എഴുന്നേൽപ്പിക്കും. യൗവനക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളുകള് ഇങ്ങനെ വിളിച്ചു പറയും, ദ സ്ട്രെങ്ത് ഓഫ് ദി പ്രസന്റ്. വർത്തമാനകാലത്തിന്റെ ബലമാണ്, ശക്തിയാണ് ഇവര്. ഏറ്റവും ഒടുവിൽ കുട്ടികളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവരെ ഈ കുഞ്ഞുങ്ങളെ ചൂണ്ടിക്കൊണ്ട് പറയുന്ന ഒരു വാചകമാണ്, ഇവരാണ് ദി ഹോപ്പ് ഓഫ് ദി ഫ്യൂച്ചർ. ഭാവിയുടെ പ്രത്യാശയാണ് ഈ കുഞ്ഞുങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ നിസ്സാരമായി കരുതേണ്ട ഒരു കാര്യമല്ല, ഏറ്റവും പ്രാധാന്യത്തോടെ കരുതേണ്ട ഒരു കാര്യം. എന്തുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടത്? ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യേണ്ടതിന്റെ കാരണം എന്താണ്? അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ഞാനിപ്പോ ശുശ്രൂഷിക്കുന്നത്, ഞാൻ വർഷങ്ങൾ തിരുവല്ലയിൽ സെൻട്രലില് ഉള്ള സ്ഥലങ്ങളിലായിരുന്നു ഒരു 14 വർഷത്തോളം ശുശ്രൂഷ ചെയ്തു വന്നത്. പെട്ടെന്ന് എനിക്ക് ഇവിടെ ചർച്ച് കൗൺസില് ഈ കറുകച്ചാലിനടുത്ത്, കോട്ടയം ജില്ലയിലെ കറുകച്ചാലിനടുത്ത് ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. അങ്ങനെ ഞാനിവിടെ കടന്നു വന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ ശുശ്രൂഷിക്കും. ഞാനിവിടെ വന്ന സമയം മുതൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയൊരു കാര്യം, തിരുവല്ല ഞാൻ കുറ്റപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ 8 വർഷം ആ സഭയുടെ ശുശ്രൂഷകനായിരുന്നു. ഒരു 60-ലധികം കുടുംബങ്ങൾ ആ സഭയിലുണ്ട്. ഞാനത് കുടുംബങ്ങളുടെ വലിപ്പം പറയാനോ സഭയുടെ വലിപ്പം പറയാനോ ഒന്നും അല്ല പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട്. 60-ലധികം കുടുംബങ്ങൾ ആ സഭയിൽ ഉണ്ടായിരുന്നെങ്കിലും 9 കുഞ്ഞുങ്ങളാണ് സൺഡേ സ്കൂൾ കുട്ടികളായിട്ടുണ്ടായിരുന്നത്. 9 കുഞ്ഞുങ്ങൾ. ഒരു 70 വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി സൺഡേ സ്കൂൾ ആരംഭിച്ചിരുന്നെങ്കിൽ ഒരു 50 പേരിന് മേളിൽ അവിടെ കണ്ടേനെ. അപ്പൊ നിങ്ങൾക്ക് സഭകളുടെയൊക്കെ ഒരു ഏകദേശ അവസ്ഥ അറിയാം. ചെറുപ്പക്കാരും കുഞ്ഞുങ്ങളുമെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രായമായവർ മാത്രം ശേഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ. അതുകൊണ്ട് ഞങ്ങളുടെ സഭകളിലൊക്കെ സഭ പലപ്പോഴും ആവശ്യപ്പെടാറുള്ളത് ചെറുപ്പക്കാരെ വേണം, കാറുള്ളവരായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ചില നിബന്ധനകൾ വെക്കാറ്. ശുശ്രൂഷയുടെ കാര്യത്തിൽ വലിയ പരിഗണന കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രായമായ അപ്പച്ചനെ അമ്മച്ചനെ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകണം. ആത്മീയമായിട്ട് വളരുന്ന കാര്യമൊന്നുമല്ല അവർക്ക് വിഷയം. അത്യാവശ്യം വന്ന പിള്ളേരാരും സ്ഥലത്തില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പാസ്റ്ററെ വിളിച്ചു പറയുന്നു, പാസ്റ്റർ കാറും കൊണ്ട് ചെല്ലുന്നു, വെല്ലുമ്മനെയും പൊക്കിക്കൊണ്ട്
ആശുപത്രി കൊണ്ടുവന്നു. ഇപ്പൊ അതാണ് ഒരു മാനദണ്ഡം വെച്ചിരിക്കുന്നത് പലയിടങ്ങളിലും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ സഭയുടെ ഒരു അവസ്ഥയെ കുറിച്ച്. അപ്പൊ ഇങ്ങനെ 9 കുഞ്ഞുങ്ങളുമായിട്ട് വളരെ നല്ല സൺഡേ സ്കൂളായി തന്നെ മുന്നോട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വരുന്നത്. പക്ഷെ 21 കുഞ്ഞുങ്ങള് ഇവിടെ സൺഡേ സ്കൂൾ പഠിക്കുകയാണ്. 21 കുഞ്ഞുങ്ങൾ. എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം ഇനി ആള് കുറവാണെങ്കിലും കുഞ്ഞുങ്ങളുണ്ടല്ലോ. കാര്യം അടുത്തൊരു സഭ, ഭാവിയിലെ ഒരു സഭ എന്റെ കൈ കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഓരോ ആഴ്ചയും വന്ന ആഴ്ച മുതൽ ഇങ്ങനെ ആഹ്വാനം കൊടുക്കാൻ തുടങ്ങി. മക്കളെ, നിങ്ങൾ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയണം. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട്. ഞാൻ അങ്ങനെ ആഹ്വാനം കൊടുക്കാൻ എനിക്ക് പ്രചോദനമായ മറ്റൊരു സംഭവമുണ്ട്. അത് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പിന്നീട് ആവർത്തിച്ചു. അപ്പം ഈ ആദ്യത്തെ അസംബ്ലി കഴിഞ്ഞ് കുഞ്ഞുങ്ങളെല്ലാം ക്ലാസ്സുകളിലേക്ക് പോയി തിരിച്ച് വന്ന് ഒരു ക്ലോസിംഗ് സെഷൻ ഉണ്ട്. ആ സെഷനിൽ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയണം. യേശുവിനെ കുറിച്ച് പറയാൻ അറിയത്തില്ലെങ്കിൽ യേശു നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പ്രശ്നങ്ങൾക്ക് യേശു വിടുതൽ തരാൻ ശക്തനാണ്. നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ യേശു ശക്തനാണെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നിട്ട് പിറ്റേ ആഴ്ച ചോദിക്കും, നിങ്ങൾ എത്ര പേരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞെന്ന്. കുഞ്ഞുങ്ങൾ ചില റിസൾട്ടുകളൊക്കെ കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പൊ ഒരു 1.5 വർഷങ്ങൾക്ക് പുറകിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞ്, അവള് 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അവളുടെ ദിവസം ക്ലാസ്സില് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളുടെ ഒരു സഹപാഠിയായ കുട്ടി വളരെ വിഷമിച്ച് കുനിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഇന്റർവെല്ലിന്റെ സമയത്ത് ഈ ഞങ്ങളുടെ മോള് പോയി ആ കുഞ്ഞിനോട് ചോദിച്ചു, എന്നെ നീ വിഷമിച്ചിരിക്കുന്നു. അപ്പൊ അവള് കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ചുരുക്കി ഞാൻ പറയാം, അവളുടെ വീട് വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ അപ്പൻ ഒരു നല്ല ജോലിക്കാരനായിരുന്നു. പെട്ടെന്ന് നടുവിനൊരു പ്രയാസം ഉണ്ടായി, ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. വീടാകപ്പാടെ വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറി. ഈ കുട്ടിയും ഈ കുട്ടിയുടെ മൂത്തത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞും ഇളയത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞും, 3 കുഞ്ഞുങ്ങളാണ്. ഒരാഴ്ചയായിട്ട് ഈ കുട്ടിയുടെ അമ്മ ഈ പിള്ളേരോട് പറയുകയാണ്, മോളെ, ഇനി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ആത്മഹത്യ അല്ലാതെ വേറെ വഴിയില്ല, നമുക്ക് മരിച്ചേക്കാം. അതൊരു കത്തോലിക്ക കുടുംബമാണ്, നമുക്ക് മരിച്ചേക്കാം. അപ്പോ ഈ കുഞ്ഞു പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് ഇവരിങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഞങ്ങളുടെ ഈ കുഞ്ഞു പറഞ്ഞു, എടി, യേശു നിന്നെ രക്ഷിക്കും, യേശു നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ മമ്മിയെ യേശു സ്നേഹിക്കുന്നു, നിന്റെ പപ്പായെ യേശു സ്നേഹിക്കുന്നു. ഇത് ഈ കുഞ്ഞു പറഞ്ഞു. അതിനുശേഷം ഈ കേട്ട കുട്ടി വീട്ടിൽ ചെന്ന് അവളുടെ കൂട്ടുകാരി പറഞ്ഞ കാര്യം പറഞ്ഞു. അപ്പൊ ഇവർക്ക് വലിയ സന്തോഷമായി. ഈ കുഞ്ഞിന് ഫോൺ നമ്പർ കൊടുക്കണം, അവളുടെ മമ്മിയെ കൊണ്ട് വിളിപ്പിക്കണം എന്ന് പറഞ്ഞ് ഈ അമ്മ മോളെ ചുമതലപ്പെടുത്തി വിട്ടു. ഈ കുഞ്ഞ് നമ്പർ മേടിച്ച് പെട്ടെന്ന് അവളുടെ മമ്മിക്ക് കൊടുക്കുകയും മമ്മി ഞങ്ങളെ വിളിച്ച് പറയുകയും ചെയ്തു. ഞങ്ങൾ ആ കുടുംബവുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. ഇവിടുന്ന് ഞാൻ താമസിക്കുന്ന പാഴ്സനേജിൽ നിന്ന് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലമാണ്. അവര് 2 പേരും കൂടെ, ഭാര്യയും ഭർത്താവും കൂടെ ഇവിടെ വന്നു. ഞാനിപ്പോ ഈ ഞങ്ങളുടെ ചർച്ചിലാണ് ഇരിക്കുന്നത്. ഈ ചർച്ചിലെ ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവര് ദൈവസന്നിധി സമർപ്പിച്ചു. ഞാൻ പറയട്ടെ, അതിന്റെ പിറ്റേ ആഴ്ച മുതൽ അവർ ഈ സഭയിൽ വരാൻ തുടങ്ങി. 7 മാസം ഞാൻ അവർക്ക് വചനം പറഞ്ഞു കൊടുത്ത ശേഷം സ്നാനപ്പെടാനായിട്ടുള്ള ആഹ്വാനം കൊടുത്തപ്പോൾ അവർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അങ്ങനെ ആ ഭാര്യയും ഭർത്താവും ഈ സുവിശേഷം ആദ്യമായിട്ട് കേട്ട, യേശു നിന്നെ സ്നേഹിക്കുന്നെന്ന് കേട്ട ഈ കുഞ്ഞും, അതിന്റെ മൂത്തത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞും കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളായിട്ട് അവർ നിലകൊള്ളുകയാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, കുഞ്ഞുങ്ങളെ നമ്മളെ പോലെ കർത്താവിന് ആവശ്യമുണ്ട്. അവരെ ഉപയോഗിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യുക, കുഞ്ഞുങ്ങളെ കർത്താവിൽ നിലനിർത്തുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത, സത്യത്തിൽ ആ കുടുംബത്തെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ കർത്താവിലേക്ക് നയിക്കാൻ എനിക്ക് ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അതിന് ദൈവം ഉപയോഗിച്ചത് 6ാം ക്ലാസ്സുകാരിയായ ഒരു കൊച്ചിനെയാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നയമാന്റെ സൗഖ്യത്തിന് വേണ്ടി അരാമിലിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിലിരിക്കുന്ന എലീശയ്ക്ക് ഒരിക്കലും സാധിക്കുക. അതിന് ദൈവം വഴികാട്ടിയായി വിട്ടതൊരു കൊച്ചു പെൺകുട്ടിയെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മൾ അറിയേണ്ട 1ാമത്തെ കാര്യം,
മുതിർന്നവരെ പോലെ തന്നെ ദൈവത്തിന് കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ട്. കുഞ്ഞുങ്ങൾ നിസ്സാരമല്ല. നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന അതേ കാര്യങ്ങളോ അതിൽ കൂടുതലോ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കർത്താവുമായി ബന്ധപ്പെടുത്തണമെന്നുള്ളതാണ് ആദ്യം എനിക്ക് പറയാൻ. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞിരുന്നു, ശിശുക്കൾക്ക് യേശു വളരെ പ്രാധാന്യം കൊടുക്കുമായിരുന്നു. മത്തായി സുവിശേഷത്തിൽ നിന്ന് 3 വാക്യങ്ങൾ എടുത്ത് കഴിഞ്ഞ വർഷം ഞാൻ സംസാരിച്ചിരുന്നു. ഒരുപക്ഷെ പുതുതായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആ യൂട്യൂബ് റെക്കോർഡിംഗ് ഉള്ള വീഡിയോ കേട്ടാൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അതങ്ങ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തൊരു ഭാഗത്തേക്ക് വരികയാണ്. ഈ യേശുവിന്റെ കാലത്ത് നമ്മളൊക്കെ ബൈബിൾ പഠിപ്പിക്കുന്നവരായതുകൊണ്ട് നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും വലിയ പ്രാധാന്യം യഹൂദ സമൂഹം കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ യേശുവിന്റെ ഒരു പരസ്യയോഗത്തിൽ കുഞ്ഞുങ്ങളുമായിട്ട് ചിലർ കടന്നു വരികയും അവരുടെ മേൽ കൈവെക്കാനായിട്ട് യേശുവിന്റെ അടുത്തേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു രംഗത്തെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യത്തിലും മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു. പക്ഷെ ശിഷ്യന്മാർ അവരെ തടഞ്ഞു. കാര്യം അന്നത്തെ ഒരു സാമൂഹിക നില അങ്ങനെയാണ്. സമൂഹത്തിന്റെ കുഞ്ഞുങ്ങളോടുള്ള കാഴ്ചപ്പാട് അങ്ങനെയാണ്. വലിയ റബ്ബിമാരുടെ അടുത്തേക്ക് അവരുടെ ശുശ്രൂഷ തടസ്സപ്പെടുന്നതിന് കുഞ്ഞുങ്ങളെ അനുവദിക്കാതിരിക്കുന്ന ഒരു രീതി. അപ്പൊ അതുകൊണ്ട് ഈ മാതാപിതാക്കൾ യേശുവിന്റെ അടുത്തേക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ തന്നെ അവരെ തടഞ്ഞു. അവിടെ നമ്മൾ വായിക്കുന്ന യേശു അത് കണ്ട് മുഷിഞ്ഞു. യേശുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. യേശു പറയുന്നു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്. വളരെ കർശനമായിട്ടാണ് കർത്താവ് പറയുന്നത്, അവരെ തടയരുത്. അപ്പൊ ശിശുക്കളോടുള്ള യേശുവിന്റെ സമീപനം എത്ര ശ്രേഷ്ഠമായിരുന്നു. യേശുവിന് ഈ കാഴ്ചപ്പാടുണ്ടായിരുന്നു. യേശുവിന് കാഴ്ചപ്പാടുണ്ടായിരുന്നെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. യേശു ദൈവം. ഞാൻ ഇവിടെ അനിൽ സാറ് പറഞ്ഞപ്പോൾ ചില മാതാപിതാക്കളിവിടെ ഇതിൻ്റെ അകത്തുണ്ട്, ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നെന്ന് ഞാൻ മനസ്സിലാക്കി. ഇനി ഇല്ലെങ്കിൽ തന്നെ അധ്യാപകരായ നമ്മളെല്ലാം മാതാപിതാക്കളാണല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ കൂടെ പറയേണ്ടതാണ്. നമ്മൾ ഈ സൺഡേ സ്കൂളിന്റെ അധ്യാപകർ മാത്രം ശ്രമിക്കുന്നതുകൊണ്ട് ഈ പൂർണ്ണതയിലേക്ക് എത്തുകയില്ല. പേരൻസൂടെ വീട്ടിൽ മനസ്സ് വെച്ചെങ്കിലേ നടക്കത്തുള്ളൂ. ഞാനത് പറയാൻ കാരണം, ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് പരീക്ഷ ഈ വർഷം മെയ് മാസത്തിലാണ് നടന്നത്. അതിന്റെ റിസൾട്ട് വന്നപ്പോൾ ഈ 2 രീതിയിലാണ്, 2 പരീക്ഷയാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് സെൻട്രൽ തലത്തിലുള്ള പരീക്ഷ, അതിൽ നിന്ന് 1ഉം 2 സ്ഥാനം നേടിയ ആൾക്കാർ സ്റ്റേറ്റ് പരീക്ഷ. അതൊരു 10-70 പേര് സ്റ്റേറ്റിലുണ്ടാവും പരീക്ഷയ്ക്ക് ഒരു ക്ലാസ്. ഇപ്പൊ ഞങ്ങളുടെ ഈ ചർച്ചിലെ 2 കുട്ടികൾ സ്റ്റേറ്റ് തലത്തിൽ, 5ാം ക്ലാസ്സിൽ ഒരു കുട്ടി, അനിയത്തിക്കുട്ടി 1ാം സ്ഥാനത്ത് വന്ന് 47 മാർക്ക് മേടിച്ച്, 50-47 മാർക്ക് മേടിച്ച്. 2ാം സ്ഥാനത്ത് 12ാം ക്ലാസ്സിൽ ഒരു കുട്ടി, അവളുടെ ചേട്ടത്തി ഉണ്ട്. അപ്പൊ എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ഈ ചുമതലയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സഭയെന്ന് ഇങ്ങനെ ഒരു 2 പ്രൈസൊക്കെ സ്റ്റേറ്റ് തലത്തിൽ കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഈ കുഞ്ഞുങ്ങളെ സ്റ്റേജിൽ വിളിച്ച് ഞാനവരെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം, 5ാം ക്ലാസ്സിൽ 400 വിദ്യാർത്ഥികളാണ് മൊത്തം ആദ്യത്തെ പരീക്ഷ എഴുതിയത്. ആ 400 പേരെയും പരാജയപ്പെടുത്തി. ആ 400-ൽ നിന്ന് 1075 പിള്ളേരെ പരാജയപ്പെടുത്തി. നമ്മൾ പരാജയം എന്നുള്ള ഒരു മത്സരത്തിന്റെ അർത്ഥത്തിലല്ല പറയുന്നത്. കഠിനാധ്വാനം കൊണ്ട് അവരെല്ലാം പിന്നിലാക്കി ഈ കുഞ്ഞ് മുന്നിൽ വന്നു. ഞാൻ ആ മാതാവിനെ എഴുന്നേൽപ്പിച്ചു. വിധവയായ ഒരു സ്ത്രീയാണ്, അപ്പനില്ല. മാതാവിനെ എഴുന്നേൽപ്പിച്ച് എല്ലാവരെയും കൊണ്ടൊരു കയ്യടി കൊടുത്തു. കാരണം 12ാം ക്ലാസ്സിൽ വേറൊരു കുട്ടി കൂടെ പഠിക്കുന്നുണ്ട്. അതിന് ഈ വർഷം സ്കൂളിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടിയ കൊച്ചാണ്. ഇതിന് 2 A+ഉം ബാക്കി Aയും Bയും ഒക്കെ കിട്ടിയ കൊച്ചായി 12ാം ക്ലാസ്സിൽ ഇവിടെ ആത്മീയ കാര്യങ്ങളിൽ സ്റ്റേറ്റ് മേടിച്ചത്. മറ്റേ കൊച്ചിന് 36 മാർക്ക്. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ സെക്കുലർ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നതിന്റെ ഒരു നല്ല അംശം പോലും ആത്മീയ വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നില്ലെന്നുള്ളതാണ് അതിനകത്തെ വലിയൊരു പ്രശ്നം. ഞാനത് ഒടുവിൽ ഒരു ആഹ്വാനം, പ്രാർത്ഥനയ്ക്ക് ഒരു ആഹ്വാനം നൽകുമ്പോൾ ആ കാര്യം പറയാം എന്ന് ആഗ്രഹിക്കുന്നു. ഇത് മാതാപിതാക്കൾ അത്യാവശ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിനാണ് ഞാൻ ഈ ആമുഖം പറഞ്ഞത്.
നിങ്ങൾ ചിന്തിച്ചോ, ഞാൻ അവിടെ പോസിറ്റീവായിട്ട് കണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഞാൻ ഈ പറയുന്നത് മത്തായി സുവിശേഷം 19 അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യവും മുമ്പേ ഞാൻ ആ റെഫറൻസ് പറഞ്ഞു. മർക്കോസ് 10 നിന്ന് 13 മുതലുള്ള വാക്യം. അവൻ കൊടേണ്ടതിന് ചിലർ ശിശുക്കളെ അവന്റെ അരികിൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവരെ തടഞ്ഞു. യേശു അത് കണ്ടിട്ട് അവരോട്, ശിശുക്കളെ എന്റെ അടുക്കൽ വിടുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടെ അല്ലോ എന്ന് പറഞ്ഞു. ഇത്രയുമാണ് ആ ഭാഗത്ത് പ്രധാനമായിട്ടും ഞാൻ അവിടെ നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന 3 കാര്യങ്ങൾ കണ്ടെത്തിയത് നിങ്ങളോടൊന്ന് പങ്കുവെക്കാം, പേരൻസ് ആയതുകൊണ്ട്. ഒന്നാമത്തെ കാര്യം, യേശുവിന്റെ യോഗങ്ങൾക്ക് പോകുമ്പോൾ അവര് പിള്ളേരെ വീട്ടിൽ ഇരുത്തിയിട്ടല്ല പോയത്, പിള്ളേരെയും കൊണ്ടാണ് പോയത്. അത് വളരെ പ്രസക്തമായ ഒരു കാര്യം. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ കൂട്ടായ്മ യോഗങ്ങൾക്ക് LKG ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിന്റെ ടേം എക്സാമിന്റെ വില കൊടുക്കത്തില്ല ആളുകൾ. ടേം എക്സാമിന്റെ വില. കാര്യം എന്താ കുഞ്ഞു വരാഞ്ഞ, പരീക്ഷയായിരുന്നു, പരീക്ഷയ്ക്ക് എത്രല്ല പഠിക്കുന്നത്, LKGയിലാണ് പഠിക്കുന്നത്. എത്ര വലിയ കാര്യമായിട്ടാ പറയുന്നത്. MBBS അല്ലെങ്കിൽ സിവിൽ സർവീസിന് പരീക്ഷ എഴുതാൻ പഠിക്കുന്ന പോലെയാണ് LKG കൊച്ചിനെ വീട്ടിൽ ഇരുത്തി. ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങൾക്ക് ഈ അപ്പനും അമ്മയും ഇടുന്ന വിലയാണല്ലോ, ദൈവത്തിന് ഇടുന്ന വിലയാണല്ലോ മക്കള് ദൈവത്തിന് കൊടുക്കുന്ന വില. പണ്ട് വിദേശ രാജ്യത്ത് ഒരപ്പനും മോനും കൂടെ ശനിയാഴ്ച വൈകിട്ട് സർക്കസ് കാണാൻ പോയി. സർക്കസ് കണ്ടിട്ട് തിരിച്ചു വന്നു. പിറ്റേ ദിവസം പള്ളിയിൽ പോയി ഞായറാഴ്ച. അമ്മയ്ക്ക് അന്ന് പോകാൻ പറ്റിയില്ല. പള്ളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം അമ്മ ചോദിച്ചു, മോനെ ഇന്ന് പള്ളി ആരാധനയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ഈ ഫോണിലാണ് കയറിയിരിക്കുന്നത്. ഈ കോള് വരുമ്പോഴത്തേക്ക് ഞാനത് കട്ട് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ മ്യൂട്ടായി പോകും. അതാണ് ഈ ഇടയ്ക്ക് സംഭവിക്കുന്നത്. അപ്പം ആരാധന കുഴപ്പമില്ലായിരുന്നു, പക്ഷെ സർക്കസിന്റെ അത്രയും പോരാൻ. അപ്പൊ അമ്മ ചോദിച്ചു, അതെന്തോ പറ്റി? അത് മമ്മി, ഇന്നലെ വൈകിട്ട് ഞങ്ങൾ സർക്കസിന് പോയപ്പോ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു പാത്രം ഞങ്ങളുടെ മുന്നിൽ വന്നു. പണ്ട് ടിക്കറ്റ് എടുത്തായിരുന്നില്ലല്ലോ, പ്രകടനമൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ സംഭാവന ശേഖരിക്കാനായിട്ട് പാത്രം. അപ്പൊ ഈ പാത്രം വന്നപ്പോ $20 എടുത്ത് എന്റെ അപ്പൻ എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഇത് അതിനകത്ത് ഇട്ടേക്കാൻ പറഞ്ഞു. ഇന്ന് പള്ളിയിൽ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ ഒരു പാത്രം വന്നു. $5 എടുത്തു തന്നിട്ട് അപ്പൻ പറഞ്ഞു അതിനകത്തോട്ട് ഇട്ടേക്കാൻ. അപ്പൊ അപ്പൻ സർക്കസിന് കൊടുത്ത വില $20, ആരാധനയ്ക്ക് കൊടുത്ത വില $5. അപ്പൻ കൊടുക്കുന്ന വിലയാ മക്കൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിന് എത്രമാത്രം, നമ്മുടെ കുടുംബാരാധനകൾക്ക് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? പകല് മുഴുവൻ വൈകിട്ട് അമ്മ യൂട്യൂബിൽ വീഡിയോ കാണുന്നു, അപ്പൻ ടിവിയുടെ മുന്നിൽ ചാനല് ചർച്ച മാറി മാറി കാണുന്നു, പിള്ളേര് അവരുടെ ലോകത്തേക്ക് കഴിയുന്നു. എല്ലാം കഴിഞ്ഞ് ശാപ്പാടും കഴിഞ്ഞ് 11 മണിയാവുന്നോടെ വന്നിരുന്ന് തെക്കോട്ടും വടക്കോട്ടും നോക്കി കാലം നീട്ടിയിരുന്ന് ഒരു പാട്ടിന്റെ ഏതാനും സ്റ്റാൻസ പാടി, അപ്പോഴത്തേക്ക് പകുതി എണ്ണം ഉറങ്ങി. ഒരു 133-ാം സങ്കീർത്തനം വായിച്ചു എന്ന് വരുത്തി വായിച്ച് പ്രാർത്ഥനയും തുടങ്ങി. പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം കൂടെ കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുന്ന ഈ കുടുംബ പ്രാർത്ഥനകളാണ് പലയിടങ്ങളിൽ സംഭവിച്ചുകൊണ്ട്. രാവിലെയാണെങ്കിൽ ട്രെയിൻ പരിപാടിയാണ്. ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവനവന്റെ കമ്പാർട്ട്മെന്റിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പരിപാടിയാണ്. ഒരുമിച്ചുള്ള പ്രാർത്ഥന പലയിടങ്ങളിലും ഇല്ലാതെ വന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞാനതുകൊണ്ട് ഇന്ന് അത്രയും പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ വീട്ടിലൊക്കെ ദൈവത്തിന് ഇറങ്ങി വരാനൊരു സമയം വെക്കണം. ദൈവത്തിന് ഇറങ്ങി വരാനൊരു സമയം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് 8 മണിക്ക് എല്ലാ ദിവസവും വർഷങ്ങളായിട്ട് വൈകുന്നേരം 8 മണിക്ക് ഞങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥനയാണ്. ഇന്ന് എനിക്ക് കയറാൻ പറ്റിയില്ല, ഞാൻ ഇവിടെ വന്നു. പക്ഷെ ആ സമയത്ത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വിസിറ്റിങ്ങിന് പോകുമ്പോഴും ഞാനും എൻ്റെ വൈഫും കൂടെ വിസിറ്റിങ്ങിനൊക്കെ പോയാലും കഴിവുള്ളിടത്തോളം 8 മണിക്ക് മുമ്പ് വീട്ടിൽ വരും. ഇനി എന്തെങ്കിലും കാരണവശാൽ 8 മണിക്ക് മുമ്പ് വരാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ മക്കളും എൻ്റെ അമ്മയുണ്ട്, അവർ പാഴ്സനേജ് ഇരുന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കും. അതിന് ഒരു മാറ്റമില്ല. ആരുണ്ടേലും ഇല്ലെങ്കിലും 8 മണിക്ക് പ്രാർത്ഥന, 8:30 ഭക്ഷണം, പിന്നെ അവരവരുടെ പഠിക്കാനുള്ളവർക്ക് പഠിക്കുക, വായിക്കാനുള്ളവർക്ക് വായിക്കുക. ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു റൊട്ടീനാണ്. രാവിലെ 5:30 ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന. ദൈവത്തിന് ഞങ്ങളുടെ വീട്ടിൽ കുടുംബത്തോടൊപ്പം ഇറങ്ങി വരാനുള്ള വൈകിട്ടത്തെ സമയം 8 മണി, രാവിലത്തെ സമയം 5:30. ഇത് ഞാൻ എവിടുന്നാ പഠിച്ചെന്നറിയാവോ? ദൈവത്തിന് ആദ്യത്തെ
ആദ്യത്തെ കുടുംബത്തിനകത്ത്, ആദാമിന്റെയും ഹവ്വയുടെയും കുടുംബത്തിനകത്ത് ദൈവത്തിന് വരാൻ ഒരു കൃത്യസമയം ഉണ്ടായിരുന്നു. ഏതായിരുന്നു ആ സമയം? വെയിലാറുന്ന സമയം. അത് വളരെ കൃത്യമാണ്. ദൈവത്തിനറിയാം ചെല്ലേണ്ട സമയമായിരുന്നു, മക്കൾക്കറിയാം അപ്പൻ വരുന്ന സമയമായിരുന്നു. അതൊരു കൃത്യസമയമല്ല, തോന്നുന്ന സമയത്തല്ല, ബോധിച്ചതുപോലല്ല, എല്ലാം ഒതുക്കി വെച്ചിട്ട് കിട്ടുന്ന സമയം. ഇന്ന് 8 മണിക്ക് പ്രാർത്ഥന, നാളെ 9. നിങ്ങളെല്ലാവരും 8 മണിക്ക് പ്രാർത്ഥിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു കൃത്യസമയം വേണം. വിദേശ രാജ്യത്ത് ആ കുഞ്ഞുങ്ങളെങ്കിൽ ഇന്ന് നേരിട്ട് കാണാനുള്ള അവസരമുണ്ട്. കുഞ്ഞുങ്ങളെ കൂടെ പങ്കെടുപ്പിക്കാൻ പറ്റുമെങ്കിൽ, അവരുടെ സൗകര്യമൊക്കെ അവരുടെ സമയങ്ങളൊക്കെ വ്യത്യാസമുള്ളത് ഞാൻ വിസ്മരിച്ചുകൊണ്ടല്ലോ പറഞ്ഞു, അവരെ കൂടെ വീഡിയോ കോളിലോ എല്ലാം കൂട്ടിവരുത്തി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് എത്ര സന്തോഷകരമായിരുന്നു കൃത്യസമയം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന് മാതാപിതാക്കൾ കൊടുക്കുന്ന വിലയാണ് മക്കൾ കൊടുക്കുന്ന വില, നമ്മളിടുന്ന വിലയാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് യേശുവിന്റെ യോഗത്തിന് വന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കുഞ്ഞുങ്ങളെ വീട്ടിൽ ഇരുത്തിയിട്ടല്ല, കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നു. കഴിവുള്ളിടത്തോളം നമ്മൾ യോഗത്തിന് പോകുമ്പോൾ നമ്മുടെ മക്കളെ കൂടെ കൊണ്ടുപോകണം. നമ്മുടെ മക്കളെ കൂടെ ഈ പഠിക്കാനാണെന്ന് പറഞ്ഞൊക്കെ വീട്ടിൽ ഇരിക്കുന്ന സാധനങ്ങൾ ഇതെന്നാ കണ്ടുകൊണ്ടിരിക്കുക, ഏത് ലോകത്തൂടെ പോവാന്നൊന്നും നമുക്കറിയാം. പണ്ട് മുടിയംപുത്രൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ലൂക്കോസ് 15 ധൂർത്തപുത്രനെ കുറിച്ച്. ഈ പുള്ളി ദൂരദേശത്തൂടെ മേഞ്ഞു നടന്നു, ദൂരദേശത്തേക്ക് പോയി. ഇന്നിപ്പം നമ്മുടെ പിള്ളേരൊക്കെ പലരും ദൂരദേശത്താണ്, പക്ഷെ പോവല്ല, മേളത്തെ നിലയിലിരുന്നുകൊണ്ട് മൊബൈലിൽ കൂടെ എങ്ങാണ്ട് ദൂരദേശത്തൂടെ പന്നികളോടുകൂടി അലഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മൾ അറിയുന്നില്ല. സാന്നിധ്യം കൊണ്ട് അവർ വീട്ടിലുണ്ട്, കൊച്ചനെന്തിയെ അടുത്ത മുറിയിലുണ്ട്. എപ്പോഴാ കിടക്കുന്നത്? രാത്രി 2 മണിക്കാണ് കിടക്കുന്നത്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പം രാവിലെ 9:30 ആയെന്ന് തോന്നുന്നു. ആ സമയത്ത് പിള്ളേർ എഴുന്നേറ്റ് വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, പിള്ളേരെന്തിയെ? എഴുന്നേറ്റ് വന്നിട്ടില്ല. നിങ്ങൾ ഇച്ചിരി ഉള്ള പിള്ളേരാന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഡിഗ്രിക്ക് ഫൈനൽ ഇയർ പഠിക്കുന്നതന്നെ ഒരുത്തൻ, +2 പഠിക്കുന്നതന്നെ ഒരുത്തൻ. ഞാൻ ചോദിച്ചു, എന്നാ? എന്റെ പാസ്റ്റർ 11 മണിയാവും എഴുന്നേറ്റ് വരുമ്പോൾ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റോ 11:30 ആവും, ലഞ്ചോ 4 മണിയാവും, അപ്പം ഡിന്നറോ അത് 11-12 ആവും, കിടക്കുന്നതോ 2 മണിയാവും. എന്നെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ചോദിച്ചാൽ പന്നികളോടുകൂടി മേഞ്ഞുകൊണ്ടിരിക്കുക ദൂരദേശത്ത്. താമസം എവിടാന്ന് ചോദിച്ചാൽ സ്വന്തം വീട്ടിലാണ്. ഞാനിത് കളിയാക്കി പറയുന്നതല്ലേ, ഒരു തരംതാണ് അവരെ ഇരുത്തി പറയാൻ. കുഞ്ഞുങ്ങളെ കൊണ്ട് യോഗത്തിന് പറയാം. ചെറുപ്പം മുതലേ ചർച്ചിനോടുള്ള ആഭിമുഖ്യം അവരെ പഠിപ്പിക്കണം, കൂട്ടായ്മയോടുള്ള താല്പര്യം അവർക്ക് പറയണം. നമ്മൾ ഈ വീട്ടിൽ, നിങ്ങളാരും അങ്ങനെ ഇരുത്തുന്നവരാണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടല്ല പറയാം, നമ്മൾ ഈ വീട്ടിൽ ആൾക്കാരെ കുഞ്ഞുങ്ങളെ ഇരുത്തുമ്പോൾ അവർക്ക് ദൈവത്തോടും ദൈവസഭയോടുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുക, കൂട്ടായ്മയോടുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ സഭയെ പറയാറുണ്ട്, മരണ വീടുകളിൽ വൈകിട്ടത്തെ പ്രാർത്ഥന നടക്കുമ്പം പിള്ളേരെയും കൊണ്ടേ വരാവൂ. ശവസംസ്കാരത്തിന് പിള്ളേരെയും കൊണ്ട് വരണം, കാരണം വേദനകളുണ്ടെന്ന് അറിയണം. ഇന്ന് രോഗികളെയും കൊണ്ട്, കിടപ്പ് രോഗികളെയും കൊണ്ട് പോകുമ്പോൾ, നമ്മുടെ സഭയിലുള്ള വിശ്വാസികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ പിള്ളേരെയും കൊണ്ട് പോകണം. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? സമൃദ്ധിയും വെട്ടിപ്പിടിക്കലും അങ്ങ് ഉയർച്ചയും ഒക്കെയാണെന്ന് കരുതുന്ന പിള്ളേരായിരുന്നുള്ളത്. പക്ഷെ ഇതുപോലെ വേദനയുണ്ട്, സങ്കടമുണ്ട്, രോഗമുണ്ട്, മരണമുണ്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകാനായിട്ടുള്ള പരിശ്രമം നടത്തണം. അപ്പൊ ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നു എന്നുള്ളതാണ് ഒന്നാമത്. രണ്ടാമത്തെ പ്രത്യേകത, നമുക്കിങ്ങനെ പറഞ്ഞു പോയാൽ സമയം കൃത്യമായിട്ട് ഒത്തിരി മുന്നോട്ട് പോകും. ഞാനതുകൊണ്ട് വേഗത്തിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പോൾ തന്നെ ഇവര് സംതൃപ്തരല്ലായിരുന്നു. യേശുവിന്റെ പ്രസംഗം അവരെ തൃപ്തിപ്പെടുത്തി. യേശുവിന്റെ പ്രസംഗം കഴിഞ്ഞുള്ള അപ്പം കൊടുക്കല് അവർക്ക് തൃപ്തിയായിരുന്നു. എല്ലാവരും തിന്ന് തൃപ്തിയായി നമ്മൾ വായിക്കും, തൃപ്തിയായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു അതൃപ്തി. എത്ര പേർക്കുണ്ടാ ഭാരം കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ? ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുവിനെ ദൈവാലയത്തിലേക്ക് 12-ാം വയസ്സിൽ കൊണ്ടുപോയ രംഗത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, ഒടുവിലത്തെ ഭാഗങ്ങൾ. തിരിച്ചു വരുമ്പം ബാലൻ കൂടെ ഇല്ല. കൂടെ ഉണ്ടാകുമെന്ന് ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി ദൂരം പോകുന്നു. പല മാതാപിതാക്കളും ഇന്നിങ്ങനെ ഊഹിച്ചങ്ങ് പോവാ, പിള്ളേർ കൂടെ ഉണ്ടെന്ന് ഊഹിച്ചങ്ങ് പോകും. പക്ഷെ പിള്ളേർ കൂടില്ലെന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല. എത്ര പേർക്കുണ്ടാ ഭാരം കുഞ്ഞുങ്ങളെ കുറിച്ച്? എല്ലാം ഉണ്ട്, പക്ഷെ വേണ്ടതില്ല.
നമുക്ക് സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച് ഏറ്റവും നല്ല സിലബസിൽ ഏറ്റവും മുന്തിയ കോളേജിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടും, ഞാനൊക്കെ ആണെങ്കിൽ 3-4 കിലോമീറ്റർ നടന്ന് ബാഗ് പോലും ഇല്ലാതെ റബ്ബർ ബാൻഡ് ഈ എലാസ്റ്റിക് ഇട്ട് പുസ്തകം ചുറ്റിയിട്ട് കൈയെ വെച്ച് നടന്നൊരു കാലമുണ്ട്. എന്റെ ആഗ്രഹവും എന്റെ കുഞ്ഞങ്ങനെ ഒരു 100 മീറ്റർ നടക്കരുതെന്ന് എന്റെ ആഗ്രഹം. അതുകൊണ്ട് വീടിന്റെ പഠിക്കെന്ന് സ്കൂൾ ബസ്സേ കയറ്റി ക്ലാസിന്റെ പഠിക്കൽ കൊണ്ടിറക്കുന്ന സംവിധാനമാണ്. അത്രയും സൗകര്യം നമ്മൾ കൊടുത്തു. കുഴപ്പമൊന്നുമില്ല. 4 മണിക്ക് വരുമ്പോൾ ഫുഡ്, രാവിലെ ഫുഡ്, ഉച്ചയ്ക്ക് ഫുഡ്, വൈകിട്ട് ഫുഡ്, എല്ലാം ഫുഡിന്റെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മറന്നു. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ മറന്നില്ല. അവർക്ക് ജീവിത സൗകര്യം കൊടുക്കാൻ നമ്മൾ മറന്നില്ല. അവർക്ക് മെച്ചമായിട്ടുള്ള ഉയർച്ചയിലേക്ക് നയിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ നമ്മൾ മറന്നില്ല. പക്ഷെ നമ്മൾ മറന്നത് ഒന്നുമില്ലായ്മയിൽ നമ്മളാക്കി യേശുവിനെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. അത് ഇന്നത്തെ മാതാപിതാക്കളുടെ വലിയൊരു പ്രശ്നമാണ്. കർത്താവിനെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങളെ കുറിച്ചൊരു വേദന ഈ മാതാപിതാക്കൾക്ക്, അവരെ ഓർക്കുമ്പോൾ ഒരു അസന്തുഷ്ടി, ഒരു അസംതൃപ്തി ഈ മാതാപിതാക്കളെ ഭരിച്ചു. അവരതുകൊണ്ട് എന്താ ചെയ്തെന്നറിയാം? 3ാമത്തെ പ്ലസ് പോയിന്റാണ് ഞാൻ പറയുന്നത്, മാതൃകയാക്കാൻ പറ്റുന്നത്. അവര് ഈ കുഞ്ഞുങ്ങളെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ കരം എന്റെ കുഞ്ഞിന്റെ മേലിരിക്കണം, നിന്റെ കരം എന്റെ കുഞ്ഞിന്മേലിരിക്കണം. അവർക്ക് ആഗ്രഹം അതായിരുന്നു. കാനഡയിൽ പോകുന്നതും UK പോകുന്നതും ഒന്നും അല്ല അവരുടെ വിഷയം. അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ അമ്മയുടെ അപ്പന്റെ ആഗ്രഹം എന്നറിയാമോ? എന്റെ കുഞ്ഞെവിടെ പോയാലും യേശുവിന്റെ കരം എന്റെ കുഞ്ഞിന്റെ മേലുണ്ടാകണം. അതാണ് ഏറ്റവും അനുഗ്രഹം എന്ന് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹം ഇതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ കർത്താവിന്റെ കരവൊന്നിരിക്കട്ടെ. കർത്താവിന്റെ കരവിരിക്കട്ടെ. എനിക്കൊരു കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. ഞാൻ കൗൺസിലിംഗിൽ അത്യാവശ്യം പഠിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ പറയുന്നതായിരിക്കും, മോനെ, പണം ഇല്ലെങ്കിലും വിഷമിക്കാനൊന്നുമില്ല, വലിയ ജോലി ഇല്ലെങ്കിലും വിഷമിക്കാനൊന്നുമില്ല, ഇതൊക്കെ കിട്ടാനുള്ളതേ ഉള്ളൂ. പക്ഷെ കർത്താവ് കൂടെ ഇല്ലെങ്കിൽ വിഷമിക്കണം. നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്ത് കർത്താവില്ലെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണം. കർത്താവ് ഉണ്ടെങ്കിൽ ബാക്കി ഒന്നുമില്ലെങ്കിലും വിഷമിക്കേണ്ട. എല്ലാം നിറയ്ക്കുന്നവന്റെ സാന്നിധ്യമാണ് നമുക്ക് വലുത്. കാനാവിലെ കല്യാണ വീട്ടിൽ പോരായ്മ ഉണ്ടായിരുന്നു. ആ പോരായ്മ ചെറിയ പോരായ്മയൊന്നുമല്ല, കുടുംബത്തെ തന്നെ തലകുനിക്കുന്ന വലിയൊരു പോരായ്മയായിരുന്നു. പക്ഷെ പോരായ്മ നികത്തുന്നവൻ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ അനുഗ്രഹമാണ്. അങ്ങനെയാണ് ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളോടുകൂടി കർത്താവിന്റെ കൈയിരിക്കട്ടെ. അത് മതി നമുക്ക്. ബാക്കിയൊക്കെ നമ്മൾ കൊടുത്തു. പക്ഷെ കർത്താവിന്റെ കരം കൂടെ ഇരിക്കും. അപ്പൊ ഇവര് യേശുവിന്റെ കരം വെക്കാൻ, കർത്താവുമായിട്ട് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് കണക്ട് ചെയ്യാൻ, കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് കുഞ്ഞുങ്ങളെ ഒന്ന് തള്ളിവിടാൻ, കർത്താവെ, നിന്റെ കരം കൂടെ ഇരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? യേശുവിന്റെ അടുത്തേക്ക് വരണം. അപ്പൊ യേശുവുമായി ബന്ധപ്പെടുത്താൻ ഈ മാതാപിതാക്കൾക്ക് മക്കളോടൊരു താല്പര്യം ഉണ്ടായി. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ചർച്ചിനോട് ബന്ധപ്പെടുത്താൻ പലർക്കും താല്പര്യമില്ല. അവരെ ചർച്ചിൽ നിന്ന് എത്ര അകറ്റാമോ അത്ര അകറ്റാനാണ് പലയിടങ്ങളിലും മാതാപിതാക്കൾ ശ്രമിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഞായറാഴ്ചയൊക്കെ സെക്കുലർ ക്യാമ്പിന് പിള്ളേരെ വിടുന്നവരുണ്ട്. ഞായറാഴ്ചയൊക്കെ ചിലപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ അത് വിടുന്നതൊന്നും തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഈ ആരാധനയോടും ദൈവസാന്നിധ്യത്തോടുള്ള താല്പര്യം കുറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കർത്താവിന്റെ കരവോട് കൂടിയിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുന്നത്, അവർ ചെന്നില്ലുന്നിടത്തെല്ലാം കർത്താവിന്റെ കരവോട് കൂടെ ഇരുന്നത് കൊണ്ട് അത്ഭുതങ്ങൾ നടന്നു, അടയാളങ്ങൾ നടന്നു. അതുകൊണ്ട് കർത്താവിന്റെ കരം കൂടെ ഇരിക്കട്ടെ. അപ്പൊ യേശു ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുതെന്ന് പറഞ്ഞ് കർശനമായ നിർദ്ദേശം യേശു കൊടുത്തിട്ട് നമ്മൾ വായിക്കുന്നത്, യേശു അവരെ അണച്ചു, അവരെ കൈവച്ചു, അവരെ അനുഗ്രഹിച്ചു. അപ്പൊ ശിശുക്കൾക്ക് എന്തുമാത്രം പ്രാധാന്യം കർത്താവ് കൊടുക്കുന്നത്? അപ്പൊ 2 കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, മുതിർന്നവരെ പോലെ കുട്ടികളെയും ദൈവത്തിന് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട്. 2, കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ, അവരെ അനുഗ്രഹിക്കാനും അവരെ തന്റെ മക്കളാക്കാനും യേശുവിന് ആഗ്രഹമാണ്. അതുകൊണ്ടാണ്
നമ്മൾ കുഞ്ഞുങ്ങളെ ഫോക്കസ് ചെയ്യുന്നത്, കുട്ടികളെ ഫോക്കസ് ചെയ്യുന്നത്. അവർ നിസ്സാരരല്ല, അവർ വിലപ്പെട്ടവരാണ്. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അവിടെ വിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ, കഴിഞ്ഞ വർഷത്തിന്റെ ഒരു ഫോളോ അപ്പ് പോലെ ഞാൻ ചെയ്യുന്നത്, അതിന്റെ ഒരു പാത പിന്തുടർന്നുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്താണ് സൺഡേ സ്കൂൾ അധ്യാപനത്തിന്റെ ലക്ഷ്യം? അത് ഞാൻ കഴിഞ്ഞ വർഷം വളരെ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ചുരുക്കം വാക്കുകളിൽ ഒന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരും. കാർഡിനൽ ന്യൂമാൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ, അദ്ദേഹത്തിന്റെ ഒരു കൊട്ടേഷൻ ഇങ്ങനെയാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് വായിക്കാം. വിദ്യാഭ്യാസം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു, എന്നാൽ ക്രിസ്തീയ വിദ്യാഭ്യാസം രൂപാന്തരം വന്ന വ്യക്തികളെ സൃഷ്ടിക്കുന്നു. അപ്പൊ എന്താണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം? രൂപാന്തരം ഉണ്ടാകും. അതാണ് രൂപാന്തരം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ സെക്കുലറായിട്ട് പഠിപ്പിക്കുന്ന രാജു സാറ് ഇവിടെ ഓർപ്പിച്ചല്ലോ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ എഡ്യൂക്കെയർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്ന് രൂപപ്പെട്ടതാണ് എഡ്യൂക്കേഷൻ. പുറത്തു കൊണ്ടുവരും അന്തർലീനമായിരിക്കുന്ന കഴിവുകളെയും അതുപോലെ സർഗാത്മകമായ വാസനകളെയൊക്കെ രൂപപ്പെടുത്തി എടുക്കാനുള്ള ഒരു സംവിധാനമാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ലക്ഷ്യമാക്കുന്ന ഏറ്റവും വലിയ കാര്യം സ്വഭാവ രൂപീകരണം, നല്ല പൗരന്മാരെ സൃഷ്ടിച്ചെടുക്കണം. പക്ഷെ വിദ്യാഭ്യാസത്തിന് ഇന്ന് പലപ്പോഴും അത് കഴിയുന്നില്ലെന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിന്റെ കുറവൊന്നുമല്ല, പക്ഷെ വിദ്യാഭ്യാസത്തിന് വ്യക്തികളെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് ചിലപ്പോഴൊക്കെ കഴിയാറുണ്ട്. എന്നാൽ ക്രിസ്തീയ വിദ്യാഭ്യാസം അങ്ങനെ അത് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ 3 ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ ലക്ഷ്യങ്ങൾ ഈ വർഷം അത് തന്നെയാ ലക്ഷ്യം, എല്ലാ വർഷവും അത് തന്നെയാ ലക്ഷ്യം. അതുകൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ കർത്താവുമായിട്ട് ബന്ധപ്പെടുത്തുക, വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ക്രിസ്തുവുമായിട്ട് കണക്ട് ചെയ്യുക. അതാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം, കർത്താവുമായിട്ട്. അപ്പം നരകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ വലിയ വെള്ളത്തിലൂടെ ഇങ്ങനെ കുത്തൊഴുക്കിലേക്ക്, വെള്ളച്ചാട്ടത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വള്ളം പോലെ നിത്യനരകത്തിലേക്ക്, ലഹരിയുടെ പിടിയിലേക്ക്, അനാവശ്യ ബന്ധങ്ങളിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ തടഞ്ഞു നിർത്തി അവരെ യേശുവിലേക്ക് വലിച്ചെടുക്കുന്ന രക്ഷാപ്രവർത്തകരാണ് സൺഡേ സ്കൂൾ അധ്യാപകർ. അത് നമ്മൾ അറിഞ്ഞു. നമ്മൾ ആ വലിയൊരു രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ്. ഈ ഒരു ബോധത്തോടും വേണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട്. നമ്മളൊരു രക്ഷാപ്രവർത്തകരാണ്. നമ്മുടെ ഏറ്റവും പ്രഥമമായ ലക്ഷ്യം എന്താണെന്നറിയാവോ? നമ്മുടെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ കർത്താവുമായിട്ട് ബന്ധപ്പെടുത്തുക, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. കഴിഞ്ഞ വർഷം പറഞ്ഞൊരു കാര്യം ഞാൻ ആവർത്തിക്കട്ടെ. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളാണോ സ്വീകരിച്ച ആളല്ലയോ എന്ന് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ചെയ്യാറുള്ള കാര്യം പറഞ്ഞിരുന്നു. പുതിയ അധ്യാപകർക്ക് ഞാൻ പറയുക, ഓരോ വർഷം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ചോദിക്കും, എത്ര പേർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു? ഒരാളോ രണ്ടാളോ സ്വീകരിച്ചു കാണും, ചിലപ്പോൾ ഒരാൾ സ്വീകരിച്ചു കാണുകയില്ല. അടുത്തൊരു വർഷം മുഴുവൻ എൻ്റെ ടാർഗറ്റ് എന്താണെന്നറിയാവോ? ഈ രക്ഷിക്കപ്പെടാത്ത കുഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കും. അതാണ് ടാർഗറ്റ്. രണ്ടാമത്തേത് ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ, ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തും. ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ വളരും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ അടുത്ത സമയത്ത് ഒരു സമുദായ സഭയിലെ ഒരു മേലധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ ഇടവകയിലെ ഒരു ഇടവകയിൽ അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത്, സെൻട്രലിൽപ്പെട്ട ഒരു ഇടവകയിൽ ശുശ്രൂഷിക്കാനായിട്ട്, അത് കഴിഞ്ഞ് പാഴ്സനേജ് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയും അവളുടെ പിതാവും കൂടെ ഈ ബിഷപ്പിന്റെ അടുത്ത് വന്നു. അവൾ ആവശ്യപ്പെട്ടു, പിതാവേ, എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു, നീ എന്തിനു വേണ്ടിയാ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? എന്ത് കാര്യത്തിനാണ്? അവള് പറഞ്ഞു, എന്റെ കല്യാണമാണ്, ആ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഉടനെ ഇദ്ദേഹം ചോദിച്ചു, എവിടെയാണ് കല്യാണം? നമ്മുടെ പള്ളി വെച്ചാണ്. പറഞ്ഞു, നമ്മുടെ പള്ളി വെച്ചല്ല, ഞാൻ ഒരു ഡോക്ടറാണ്, ഞാനൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ഡോക്ടറെ സ്നേഹിക്കുന്നു, ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉടനെ ഈ ബിഷപ്പ് ചോദിച്ചു, അവനെ നീ ശ്രമിച്ചായിരുന്നെങ്കിൽ
ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ലായിരുന്നു. ഉടനെ അവള് പറഞ്ഞു, ഞാൻ ആകുന്ന ശ്രമിച്ചു, പക്ഷെ അവര് ഭയങ്കര സ്ട്രോങ് ആണ്. അതിനർത്ഥം എന്താ? നമ്മൾ വീക്കും, അവര് സ്ട്രോങ്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു, മതവിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മുസ്ലിങ്ങളാണ്. ആഴ്ചയിൽ 30 മുതൽ 35 മണിക്കൂർ അവരുടെ ഖുർആൻ പഠിപ്പിക്കാൻ മാറ്റും. യഹൂദന്മാർ 20 മുതൽ 25 മണിക്കൂർ അവരുടെ പഴയ നിയമം പഠിപ്പിക്കാൻ മാറ്റും, പഞ്ചഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ വിശുദ്ധ ലിഖിതങ്ങൾ. നമ്മള് ഞായറാഴ്ച 8 മുതൽ 9 വരെ. അതിൻ്റെ അകത്ത് കുട്ടി വരുന്നത് 8:10, അധ്യാപകൻ വരുന്നത് 8:15, പിന്നെ വന്നാലായി വന്നില്ലേലായി. എല്ലാം പാട്ടും പ്രാർത്ഥനയും കഴിഞ്ഞ് 8:30 കഴിയുമ്പോഴത്തേക്ക് ഒരു ക്ലാസ് ഇരുന്നു 1/2 മണിക്കൂർ കിട്ടും. നമ്മൾ ആഴ്ച കൊടുക്കുന്ന സമയം എത്ര? 1/2 മണിക്കൂർ അല്ലെ, പോട്ട് 3/4 മണിക്കൂർ. ഇതിൽ കൂടുതൽ കൊടുക്കുന്നില്ലല്ലോ. പിന്നെ ഇവരുമായിട്ട് യാതൊരു പാഠങ്ങളും കൈകാര്യം ചെയ്യുന്നില്ല, യാതൊരു ബന്ധവുമില്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലോ പൊത്തം എടുക്കട, കെമിസ്ട്രി എടുക്കട, മാത്സ് എടുക്കട, ഫിസിക്സ് എടുക്കട, എന്നാ ബൈബിൾ എടുക്കട എന്ന് പറഞ്ഞ് പണ്ടൊരു കാലത്ത് പറയുമായിരുന്നു. പക്ഷെ ഇന്ന് വളരെ കുറവാണ്. പറയുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹാർട്ടടച്ചല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം അവരെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, നീ നിന്റെ ഇഷ്ടപ്രകാരം വിവാഹം നടത്താൻ പോകുന്നു, ഞാൻ അതിന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഇല്ല പിതാവേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പറ്റൂ. ഒടുവിൽ നിർബന്ധത്തിന് വഴങ്ങി ഈ മനുഷ്യൻ അവിടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം ഇദ്ദേഹം ആ കൊച്ചിനോട് പറഞ്ഞു, മോളെ, എനിക്ക് നിന്നോടൊരു ക്ഷമ ചോദിക്കാനുണ്ട്. അപ്പൊ അവള് പറഞ്ഞു, അങ്ങെന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത്, കാരണം നമ്മുടെ ഇടവകയിൽ നിന്ന് മാറുന്ന ഒരു സാഹചര്യമാണ്. ഞാനാ ക്ഷമ ചോദിക്കും. അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാനാ ക്ഷമ ചോദിക്കുന്നത്. ഞാൻ എന്തിനാ ക്ഷമ ചോദിക്കുന്നു പറഞ്ഞാൽ, കഴിഞ്ഞ 12 വർഷം എന്റെ ഈ ഇടവകയിൽ നീ സൺഡേ സ്കൂൾ പഠിച്ച കുട്ടിയാ. ഈ 12 വർഷം കൊണ്ട് ഒരു കല്യാണത്തിന്റെ പേരിൽ ഉപേക്ഷിച്ച് കളയാനുള്ള ആളല്ല യേശു എന്ന്. ഒരു കല്യാണത്തെക്കാളും കല്യാണ തീരുമാനത്തെക്കാളും വലിയവനാണ് യേശു എന്ന്. ജീവിതത്തിന്റെ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റുന്ന ആളല്ല യേശു എന്ന് നിന്നെ പഠിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു, എന്റെ ഇടവക പരാജയപ്പെട്ടു, എന്റെ രൂപത പരാജയപ്പെട്ടു. നിന്നോട് ഞാൻ ക്ഷമ ചോദിക്കും. സത്യത്തിൽ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട ഒരു കാര്യം. എത്ര പേരോട് നമ്മളൊക്കെ ക്ഷമ ചോദിക്കേണ്ടി വരും? പരാജയപ്പെട്ടിട്ടില്ലേ? ശരിക്കും കുഞ്ഞുങ്ങളെ കർത്താവിലേക്ക് നയിക്കുന്നതിൽ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് കർത്താവിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് സൺഡേ സ്കൂൾ അധ്യാപനം. അതിന്റെ ഒന്നാമത്തെ ലക്ഷ്യം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക. രണ്ടാമത്തെ ലക്ഷ്യം യേശുവിന്റെ ആ സ്വഭാവത്തിലേക്ക് കുഞ്ഞുങ്ങള് വളരുക. ക്രിസ്തീയ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ലക്ഷ്യത. സഭയിൽ എന്തിനാ പ്രസംഗിക്കുന്നത്? സ്വഭാവം മാറാനാ പ്രസംഗിക്കുന്നത്, അല്ലെ? രൂപാന്തരം വരാനാ പ്രസംഗിക്കുന്നത്. കാട്ടൊലിവായിരുന്നു നമ്മളെ നാട്ടൊലിവിനോട് ചേർത്ത് ഒട്ടിച്ചത് എന്തോത്തിനാ? ഈ ഒട്ടിച്ചതിന് ശേഷം കാട്ടൊലിവിന്റെ പരിപാടി ചെയ്യാനല്ല, നാട്ടൊലിവിന്റെ സ്വഭാവം വരാനാ, ക്രിസ്തു എന്ന സ്വഭാവത്തോളം വളരാനാ. ഞാന് ഈ എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് അങ്ങ് പറയുകയാണ്. എന്റെ വിഷയത്തിൽ നിന്ന് അല്പം വ്യതിചലിക്കുന്നെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയും. ഞാൻ സഭയെ പറയാറുണ്ട്, ഒരു 21 ദിവസത്തെ ഉപവാസമൊക്കെ കഴിയുമ്പം സാധാരണ ഞായറാഴ്ച എന്നാ സാക്ഷി പറയാറുള്ളത് ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ 21 ദിവസം ദേവദാസന്മാരുടെയൊക്കെ വചനങ്ങൾ മാറി മാറി കേൾക്കാനുള്ള അവസരം വെച്ച് എന്തോ വചനങ്ങളായിരുന്നു. ഇപ്പൊ ചിലർക്ക് ഈ സഭയെ കേൾക്കുന്ന വചനങ്ങളൊന്നും അങ്ങോട്ട് ബോധിക്കത്തില്ല. വല്ലവരും വന്ന് പറയുന്നത്, അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, വീട്ടിൽ അമ്മ വെക്കുന്ന ആഹാരത്തെക്കാൾ ടേസ്റ്റാ ബംഗാളി വെക്കുന്ന ആഹാരത്തിന് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ദൈവവചനം എല്ലാം കേൾക്കാനുള്ള ശക്തിപ്പെടാൻ ആരാധിപ്പാനൊക്കെ എനിക്ക് ഇടയാക്കി. ഇതാണ് നമ്മുടെ ഒട്ടുമുക്കാൽ സാക്ഷ്യങ്ങൾ, അല്ലെ? ഒട്ടുമുക്കാൽ സാക്ഷ്യങ്ങൾ ഇതാണ്. അത് തെറ്റാന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു. പക്ഷെ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 21 ദിവസം യേശുവിനോടൊപ്പം ഞാൻ ഇരിക്കുകയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സ്വഭാവത്തിൽ ഇന്നത് എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര കോപമായിരുന്നു. ഞാൻ അച്ഛനോട് ദേഷ്യപ്പെടുമായിരുന്നു, ഭാര്യയോട് ദേഷ്യപ്പെടുമായിരുന്നു, പിള്ളേരോട് ദേഷ്യപ്പെടും. പക്ഷെ യേശുവിനോടൊപ്പം ഇരുന്നപ്പം യേശുവിന്റെ ക്ഷമയെന്നുള്ള സഹിഷ്ണുത എന്നുള്ള സ്വഭാവം എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു എന്ന് പറഞ്ഞ എത്ര പേരുണ്ട്? സ്വഭാവത്തിന് ഒരു മാറ്റവും നമ്മൾ പ്രാധാന്യം കൊടുക്കാറില്ല. നമ്മുടെ സമൂഹത്തിന്റെ ഒരു അപകടമല്ല.
സ്വഭാവത്തിനൊരു മാറ്റം കൊടുക്കാറില്ല. നമ്മുടെ സത്യം പറഞ്ഞാൽ ഞായറാഴ്ചത്തെ പ്രസംഗത്തിന്റെ ലക്ഷ്യം സ്വഭാവം മാറ്റുകയാണ്. ഇടപ്രാർത്ഥനയുടെ ലക്ഷ്യം സ്വഭാവം മാറ്റുക. എന്തോ സ്വഭാവം മാറ്റേണ്ടത്? ക്രിസ്തു എന്ന സ്വഭാവത്തിലേക്ക് വരിക. അപ്പൊ നമ്മൾ 21 ദിവസം, ഞാൻ പറയട്ടെ, ഞാനും എന്റെ ഭാര്യ കോതമംഗലംകാരിയാണ്. അപ്പം ആദ്യം കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം സംസാര ഭാഷ തന്നെ ചെറിയ വ്യത്യാസമുണ്ട്, ഫുഡിന്റെ രീതിക്കാണെങ്കിൽ അതിനെക്കാട്ടി വ്യത്യാസമുണ്ട്, പിന്നെ പല കാര്യങ്ങളും വ്യത്യാസമുണ്ട്. പക്ഷെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് എന്നോടൊപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ അയലോക്കക്കാരോടൊപ്പം നിന്നൊക്കെ കഴിഞ്ഞപ്പോൾ, ഞാൻ റാന്നിക്കാരനാണ്, എന്റെ റാന്നിയിലെ കൾച്ചർ എന്റെ ഭാര്യ പഠിച്ചു. ഇപ്പൊ റാന്നിക്കാരിയായിട്ട് മാറി. ഈ 20 വർഷം കഴിഞ്ഞിട്ടും കോതമംഗലംകാരിയും ഞാൻ റാന്നിക്കാരനുമായിരുന്നെങ്കിൽ പല കാര്യങ്ങളും പൊരുത്തപ്പെട്ടു പോകാൻ പാടാണ്. ഒരു 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 മാറ്റമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ കർത്താവിനോടൊപ്പം നടക്കുമ്പോൾ ഇപ്പൊ എന്റെ സ്വഭാവം കുറച്ച് എന്റെ ഭാര്യ കിട്ടിയിട്ടുണ്ട്, എന്റെ ഭാര്യയുടെ നല്ല സ്വഭാവങ്ങളൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന്, നമ്മൾ കർത്താവിനോടൊപ്പം നടക്കുന്നുണ്ടെങ്കിൽ ഒന്നീ നമ്മുടെ സ്വഭാവം കർത്താവിന് കിട്ടണം, അല്ലെങ്കിൽ കർത്താവിന്റെ സ്വഭാവം നമുക്ക് കിട്ടണം. ഏതായാലും നമ്മുടെ സ്വഭാവം കർത്താവിന് വേണ്ട, അപ്പൊ പിന്നെ തിരിച്ച് കർത്താവിന്റെ സ്വഭാവം നമുക്ക് വേണം. ഞാൻ ചോദിക്കട്ടെ, 15 വർഷമായി 20 വർഷമായി കർത്താവിന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്? നമുക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടുണ്ട്? അതാണ് ഞാൻ ചോദിക്കുന്നത്. 21 ദിവസം കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നിട്ടും ഇത്രയും വചനം കേട്ടിട്ട് ശക്തിപ്പെട്ടെന്നല്ലാതെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ ആൾക്കാർക്ക്, നമുക്ക് ഈ വരത്തിനാണ് പ്രാധാന്യം, ഫലത്തിന് വലിയ പ്രാധാന്യമില്ല. വരം അതെല്ലാവരും ആഗ്രഹിക്കുന്നു, ഫലം അത് വളരെ ചുരുക്കം ആൾക്കാരെ ആഗ്രഹിക്കും. ഇത് രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് വേണം. വരവും പ്രാധാന്യമാണ്, ഫലവും. വരം ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതും, ഫലം നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നതും. അതുകൊണ്ട് ഇത് രണ്ടും നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സ്വഭാവത്തിന്റെ രൂപീകരണം. അതാണ് ക്രിസ്ത്യ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥം. എന്റെ മുന്നിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒരു സ്വഭാവ രൂപീകരണത്തിലേക്ക് നയിക്കാനുള്ള വചനങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയണം. എന്റെ ജീവിതത്തിന്റെ വലിയൊരു ലക്ഷ്യമാണ്. മൂന്നാമത്തെ കാര്യം, സാക്ഷ്യത്തിനായിട്ട് പ്രേരിപ്പിക്കുക. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞൊരു ഉദാഹരണം, തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റൽ, ഞാനന്ന് മഞ്ഞാടി സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ ഞാൻ അത് പറഞ്ഞതുകൊണ്ട് ചുരുക്കി പറയാം. 2 കുഞ്ഞുങ്ങള്, കൊച്ചു കുഞ്ഞുങ്ങൾ, അവരിൽ നിന്ന് ട്രാക്ട് കൊടുക്കുകയാണ്. ഞാൻ അവരെ പരിചയപ്പെട്ടു, അവരുടെ സഭ ചോദിച്ചു, അവരുടെ പഠിക്കുന്ന ക്ലാസ് ചോദിച്ചു, വീട് ചോദിച്ചു, എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ലജ്ജ കൂടാതെ ഇവിടെ നിന്ന് ഈ ട്രാക്ട് കൊടുക്കുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപക ഞങ്ങളോട് പറയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ യേശുവിനെ കുറിച്ച് സാക്ഷിക്കണം. യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് സാക്ഷിക്കാൻ അറിയത്തില്ലെങ്കിൽ ചർച്ചിൽ ട്രാക്ട് ഇരിപ്പുണ്ട്, യേശുവിനെ കുറിച്ച് എഴുതിയത്, അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. മക്കളെ 3 ആഴ്ച ഞങ്ങളോട് ഇങ്ങനെ തുടർമാനമായിട്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി ഇത് കൊടുത്തേക്കാം. ഞാൻ ചോദിക്കട്ടെ, എത്ര വർഷം പഠിപ്പിച്ചിട്ടും ഒരു കുഞ്ഞിനെ കൊണ്ടൊരു ട്രാക്ട് പഠിപ്പിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അന്ന് ആ കുഞ്ഞുങ്ങൾ പറഞ്ഞ പ്രചോദനം ഞാൻ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് സൺഡേ സ്കൂൾ കഴിഞ്ഞപ്പം പിള്ളേരോട് പറയാൻ തുടങ്ങിയത്, നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയണം. അതുകൊണ്ട് ഒരു ആത്മാവിനെ എനിക്ക് കിട്ടും, ദൈവത്തിന് ഒരു ആത്മാവിനെ കിട്ടും. ആ പ്രചോദനം കൊടുക്കണം. ക്രിസ്തുവിന്റെ സാക്ഷിയാകാൻ അവരെ പ്രേരിപ്പിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് സൺഡേ സ്കൂൾ അധ്യാപനം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതൊന്നും സ്കിപ്പ് ചെയ്തുകൊണ്ട് സമയവും നമുക്ക് ഏറെക്കുറെ അവസാനിക്കാനായിട്ട് പോകുന്നുണ്ട്. ഒരു പാഠം നമ്മൾ തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലി നമ്മളൊന്ന് ചിന്തിക്കാനായിട്ട്, ഇത്ര ഞാൻ ആവശ്യകതയെക്കുറിച്ച് ഒരു പാഠം നമ്മൾ തയ്യാറാക്കണം. ബഹുമാനപ്പെട്ട രാജസാറ് അധ്യാപനത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ 1 മണിക്കൂർ പഠിപ്പിക്കുന്നതിന് 3 മണിക്കൂർ പ്രിപ്പറേഷൻ ആവശ്യമാണ്. വളരെ കൃത്യമാണ്, വളരെ സത്യമാണല്ലോ. അത് ഞാൻ പറയാതെ തന്നെ നമുക്ക് വളരെ ഇവിടെ ഇതിനകത്ത് പാസ്റ്റർമാരുണ്ട്. ഈ പാസ്റ്റർമാരോട് ചോദിച്ചാൽ ഒരു മെസ്സേജ് ചില ദിവസങ്ങളിൽ നമുക്ക് മെസ്സേജ് കിട്ടുന്നു, എന്തോ വേദനയാണെന്നറിയാം. നമ്മൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ മെസ്സേജ് ഇല്ല. പ്രാർത്ഥിക്കുന്നു, കരയുന്നു, രാത്രി ചിലപ്പോൾ ഉറക്കം വരത്തില്ല. ഞായറാഴ്ചയൊക്കെ ജനത്തിന് ദൂത് കൊടുക്കാനില്ലാതെ വരുമ്പോൾ, പ്രകാശിക്കാതെ വരുന്നുണ്ടെ രാത്രി ചില സമയത്ത് ഉറക്കം വരത്തില്ല. ഞെട്ടി ഉണരുന്നത് വേദനയോടാ. കർത്താവേ, നാളെ ജനം കടന്നു വരുന്നു. പല വിധത്തിലുള്ളവര് ആശ്വാസം പ്രാപിക്കേണ്ടവരുണ്ട്, തിരുത്തപ്പെടേണ്ടവരുണ്ട്. ഏതായിരുന്നാലും ഞാനൊരു കാര്യം പറയാം, ആ കൃത്യസമയത്താണെങ്കിലും ദൈവം തമ്പുരാൻ രാവിലെ തന്നെ മെസ്സേജ് തരും. അത് വേറൊരു കാര്യം. എങ്കിലും ചില സമയത്ത് ഇല്ലാതെ വരുന്ന അവസ്ഥ ഉണ്ടാവും. ഈ ഒരു സമയത്ത് ഭയങ്കര ഭയങ്കര പ്രസവവേദനയാണ്, ഭയങ്കര വേദനയാണ്, ഭാരമാണ്. അതിന് വായിക്കുന്നു, ധ്യാനിക്കുന്നു, പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നു, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. പ്രിപ്പറേഷനാണ്. എത്ര നേരമാണ്. ഞാൻ ഇന്നൊരു മെസ്സേജ് പറയാൻ ഇന്നലെ എത്ര നേരം എടുത്തു. പ്രിപ്പറേഷൻ എല്ലാത്തിനും ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പാഠം തയ്യാറാക്കുമ്പോൾ 4 P
4 P നിങ്ങളുടെ മനസ്സിരുന്നു. 4 P. ഒരു പാഠം തയ്യാറാക്കുമ്പോൾ 4 P, ഇംഗ്ലീഷിൽ P. ഒന്നാമത്തെ P പ്രയർ ആണ്. പ്രയർ, പ്രാർത്ഥന. പ്രാർത്ഥനയോടെ വേദഭാഗം. ഞാൻ പറയട്ടെ, ഈ സൺഡേ സ്കൂളിന്റെ ഒരു സിലബസ് അത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പാഠം തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത് ഈ പുസ്തകം വായിക്കുകയല്ല. ഇന്നത്തെ വായനയ്ക്കുള്ള വേദഭാഗം, പാഠത്തിലെ വേദഭാഗം, ഉൽപ്പത്തി പുസ്തകം 11 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളാണെങ്കിൽ ആദ്യം പ്രാർത്ഥിക്കും. കർത്താവേ, എന്റെ മുന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്നാര് യേശുവിനെ കർത്താവിന് സ്വീകരിച്ചിട്ടില്ല, ഇന്നാര് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ വേണ്ട വിധത്തിൽ വളർന്നിട്ടില്ല, ഇവർക്ക് കൊടുക്കാനുള്ളത് എന്റെ പക്കൽ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് വേദപുസ്തകം വായിച്ചു തുടങ്ങും. ആദ്യം പാഠപുസ്തകമല്ല, വേദപുസ്തകം വായിച്ച് തുടങ്ങും. അത് പ്രാർത്ഥനയോടെ തുടങ്ങും. കർത്താവെ, ഇതിനകത്തുനിന്ന് ഒരു ദൂത് അതെനിക്ക് തരണേ എന്നും പറഞ്ഞ് പ്രാർത്ഥന. ഞാൻ പറയട്ടെ, ഒരു പക്ഷേ വേദനയോടിരിക്കുന്ന കുഞ്ഞായി, ഭാരത്തോടിരിക്കുന്ന കുഞ്ഞായി, എൻ്റെ അടുത്ത് കുറെ വർഷങ്ങൾക്ക് പുറകിൽ ഒരു പെൺകുട്ടിയെ കൗൺസിലിങ്ങിനായിട്ട് കൊടുത്തു. ഞങ്ങളുടെ ശാരോനിൽപ്പെട്ട ഒരു പെൺകുട്ടി 11ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 വട്ടം ആത്മഹത്യക്ക് ശ്രമിച്ചു. 3 വട്ടം. 2 വട്ടം ആരും അറിഞ്ഞില്ല. 3ാം വട്ടം ആസിഡ് എടുത്ത് കുടിച്ചു, തനി ആസിഡ് എടുത്ത് കുടിച്ചു. ശരീരത്തിന്റെ ഒരു നല്ല ഭാഗം വെന്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, രക്ഷപ്പെട്ടു. അവസാനം സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ കൊച്ചിനെ കൊണ്ടുവന്നു. ഞാൻ അവളുമായിട്ട് സംസാരിച്ചു. ഇന്നത്തെ പോലെ മൊബൈലോ ഒത്തിരി അതിന്റെ അതിപ്രസരമുള്ള ഒരു കാലമൊന്നുമല്ല. ആ കൊച്ചിന്റെ പ്രശ്നം ഒരു അനിയത്തിയുടെ വീട്ടിലുണ്ട്. വീട്ടിൽ കമ്പയർ ചെയ്യുന്നു, ഇവളെ തരം താഴ്ത്തുന്നു. കൊച്ചവെള്ളത്തിലെ മിടുക്കിയല്ല ഇവള്, കൊച്ചവെള്ളത്തെ സുന്ദരിയല്ല ഇവള്. അതുകൊണ്ട് അവഗണനകൾ ഉണ്ടാകുന്നു, തരം താഴ്ത്തുന്നു. അത് സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ഈ കൊച്ചു സൺഡേ സ്കൂളിൽ 11ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അധ്യാപികയോട് ചോദിച്ചു, ആന്റി, ആത്മഹത്യ ചെയ്യുന്നത് പാവമാണ്. ആന്റി പറഞ്ഞു, അതൊന്നും ചിന്തിക്കാനുള്ള നേരമല്ല, കാലേബിനെ കുറിച്ച് പഠിച്ചു തീർക്കാനുള്ള സമയമായത്, അതുകൊണ്ട് മര്യാദയ്ക്കിരുന്ന് കേട്ടോളാം. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ക്ലാസ്സിൽ ആ കൊച്ചു ചോദിച്ചു, ഈ ആത്മഹത്യ ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകും. അന്നും അധ്യാപിക പറഞ്ഞു, അത് കേൾക്കാനുള്ള സമയം, അത് പറയാനുള്ള സമയമാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവർ, ദൈവത്തിൽ നിന്നും പ്രാപിച്ചൊരു ദൂത് കൊണ്ട് പോയിരുന്നെങ്കിൽ ആ ഒരു ദൂത് മതിയായിരുന്നു ആ കുഞ്ഞിനെ രക്ഷിക്കാൻ. ഈ കൊച്ചെന്നോട് പറഞ്ഞു, എന്റെ ആന്റി അതിനൊരു മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്യത്തില്ലായിരുന്നു. നിങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സൺഡേ സ്കൂൾ അധ്യാപനം എന്ന് പറയുന്നത് കുറെ പഠിപ്പിച്ച് തലേ കയറ്റി പരീക്ഷയ്ക്ക് അടുത്ത സഭയിലുള്ള കുട്ടിയെക്കാട്ടിൽ എന്റെ സഭയിലുള്ള കുട്ടിയെ മെച്ചമാക്കുന്ന പരിപാടി അല്ല സൺഡേ സ്കൂൾ. അതൊക്കെ സെക്കൻഡറിയാണ്. ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുക, ജീവിതങ്ങളെ കർത്താവുമായി ബന്ധപ്പെടുത്തുക, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക, ഇതൊക്കെ ഇല്ലയോ? അതിനൊന്നാമത് പ്രാർത്ഥനയാണ്. ഒന്നാമത് ഞാൻ എൻ്റെ സഭയിൽ എല്ലാ മീറ്റിങ്ങുകളിലും എനിക്ക് ഈ എന്നെ തന്നെ പറയാൻ വേണ്ടി ഒന്നും അല്ല പറഞ്ഞു, ഈ കുമളി സെന്ററിന്റെ ഒരു ചാർജ് ഉണ്ട്, കുമളി കട്ടപ്പന. എനിക്ക് അവിടെ 17 ദേവദാസന്മാരെ കൂട്ടുപ്രവർത്തകരായിട്ട് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ ഒരു ഉത്തരവാദിത്വം. ഞാൻ ഇവിടുന്ന് പോയാണ് ആ കാര്യങ്ങൾ. ഞാൻ എൻ്റെ ശുശ്രൂഷകന്മാരോട്, എനിക്ക് സ്വാതന്ത്ര്യത്തോടെ അവരോട് പറയാൻ അധികാരമുള്ളതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, എന്ന് ഈ വെട്ടും കുത്തും തന്നെ പ്രസംഗത്തിനകത്ത് നടത്തരുത്. അത് നടത്തിക്കോണം ആവശ്യമുണ്ടെങ്കിൽ. പക്ഷേ കണ്ണീരൊപ്പുന്ന ഒരു സന്ദേശം കൂടെ കൊടുത്തേ ജനത്തെ വിടാവൂ. കാര്യം തകർന്നിരിക്കുന്നവരുണ്ട്, വേദനിച്ചിരിക്കുന്നവരുണ്ട്. അവരുടെ മുറിവ് കെട്ടി വേണം വിടാൻ, അവർക്ക് ആശ്വാസം പ്രാപിച്ചു വേണം പോകാൻ. തിരുത്തലുകൾ വേണം, പാപത്തിൽ നിന്നുള്ള വിടുതൽ വേണം, ഇതെല്ലാം വേണം. പക്ഷെ മുറിവൂടെ കെട്ടിയേ വിടാവൂ. ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്തിനാണെന്നറിയാം, അതിന് കർത്താവിൽ നിന്ന് പ്രായം. കർത്താവ് വരുന്ന ജനം വേദനയോടെ വരുന്നു, സങ്കടത്തോടെ വരുന്നു. ചില ആളുകൾ ഇന്ന് യോഗം കഴിഞ്ഞ് പറഞ്ഞു, എന്നോട് വ്യക്തിപരമായിട്ട് വന്നു, പാസ്റ്ററെ തകർന്ന ഞാനിവിടെ വന്നു, പക്ഷെ ഇന്ന് ആ കേട്ട സന്ദേശം കേട്ട് കഴിഞ്ഞു എനിക്ക് ഒത്തിരി ബലമായി. ഇതല്ലയോ, എവിടുന്ന് കിട്ടിയത്? ഇത് ഡിക്ഷണറി വായിച്ച് കിട്ടിയതല്ല, ഇത് കർത്താവിൽ നിന്നും പ്രാപിച്ചത്. ഇതേ കാര്യം തന്നെ സൺഡേ സ്കൂൾ അധ്യാപനം ചെയ്യാം. കർത്താവ്, എന്റെ മുന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ആരെങ്കിലും എഴുതി വെച്ച പുസ്തകത്തിൽ നിന്നുള്ള
കുറെ അറിവുകൾ പകരുക മാത്രമല്ല, എന്നോട് ആത്മാവ് സംസാരിച്ച് എന്നെ ഒരു ഉപകരണമാക്കി മാറ്റി ആ കുഞ്ഞിന്റെ അവസ്ഥ അറിഞ്ഞ് ദൈവം ഇടപെടണമെന്ന് പറഞ്ഞു. പ്രാർത്ഥനയോടെ തയ്യാറാക്കും. 1 P പ്രയർ, 2 P പ്ലാനിങ് ആണ്. പ്ലാനിങ്. നമുക്ക് ഈ പുസ്തകത്തിൽ, പ്രത്യേകിച്ച് ഈ പാഠപുസ്തകങ്ങളിലെ ഒരു പാഠോദ്ദേശം എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പാഠോദ്ദേശം ആരംഭത്തിൽ, അത് ഞാൻ കഴിഞ്ഞ വർഷം വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഈ പാഠോദ്ദേശം എന്ന് പറയുന്നത് ഒരുപക്ഷെ കുഞ്ഞുങ്ങളെ അനുസരണമുള്ളവരാക്കി മാറ്റുക, കുഞ്ഞുങ്ങളെ ദൈവഭയമുള്ളവരാക്കി മാറ്റുക, ചിലപ്പം ചില പാഠങ്ങളുടെ ലക്ഷ്യം കുഞ്ഞുങ്ങളെ ദൈവാരാധനയിലേക്ക് നയിക്കുക, സാക്ഷ്യ ജീവിതത്തിലേക്ക് നയിക്കുക. ഇങ്ങനെയൊക്കെ പാഠോദ്ദേശം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്ലാൻ തയ്യാറാക്കി ഇതെങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു, നല്ല വീടുകളുടെ ആകർഷണം വാതിലാണ്, അല്ലെ? വാതിലാണ്. നമ്മുടെ ക്ലാസിന്റെയും ഒരാമുഖമാണ് വാതിൽ. അതുകൊണ്ട് ആ വാതിൽ ആകർഷണമാണെങ്കിൽ ബാക്കിയൊക്കെ ആകർഷണമാണ്. അതുകൊണ്ട് പാഠം എങ്ങനെ തുടങ്ങണം? നമ്മൾ പ്ലാൻ ചെയ്യണം. ഇതൊരു കഥയിൽ തുടങ്ങണം. ഒരു കഥയിൽ തുടങ്ങണം. നമ്മുടെ ഈ UKG എന്റെ ചങ്ങാതി എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അത് പഠിപ്പിക്കുന്നവർക്കറിയാം. എല്ലാ പാഠങ്ങളും ഒരു കൊച്ചു കഥയിലാണ് തുടങ്ങിയത്. കഥ പിള്ളേർക്ക് ഇഷ്ടമാണ്. ഒരു കൊച്ചു കഥയില് തുടങ്ങണം. അങ്ങനെ പ്ലാൻ ചെയ്യണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെറിയ കഥകളൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ചില പാഠങ്ങൾ തുടങ്ങുമ്പം അഭിനയിച്ച് കാണിച്ചു തുടങ്ങാൻ പറ്റും. ഇപ്പൊ ശമൂവേൽ ബാലനെ ദൈവം വിളിക്കുന്ന ഒരു പാഠമാണെങ്കിൽ നമുക്ക് തലേ ആഴ്ച 2-3 കുട്ടികളെ പ്രിപ്പയർ ചെയ്ത്, ഒരാളെ ഏലി പുരോഹിതനായിട്ടും ഒരാളെ ശമൂവേലായിട്ടും ഒരാളെ ദൈവമായിട്ടും ഒക്കെ സങ്കല്പിച്ചുകൊണ്ട് ശമൂവേലെ ശമൂവേലെ എന്ന് വിളിക്കുന്നു. ആ രംഗം ഇത് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതലും മനസ്സിലേക്ക് കയറും. പിന്നീട് ഒരു വിശദീകരണം കൊടുത്താൽ നന്നായിരിക്കും. എല്ലാ ആഴ്ചയും ഒന്നും അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും കഥയിലൂടെ തുടങ്ങാം, അഭിനയത്തിലൂടെ തുടങ്ങാം. ചില ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് പാഠത്തിലേക്ക് പ്രവേശിക്കാം. അതെങ്ങനെയാണ് പ്ലാനിങ് എന്നുള്ളതാണ് പ്രധാനം. ഇതാണ് പ്ലാനിങ്. എങ്ങനെ എൻ്റെ കുഞ്ഞിനെ മനസ്സിലേക്ക് ഈ പാഠം കടത്തിവിടാം, അതിനെന്ത് മാധ്യമമാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നതാണ് പ്ലാനിങ്. മൂന്നാമത്തെ കാര്യം പ്രിപ്പറേഷൻ ആണ്. P പ്രിപ്പറേഷൻ. 1 പ്രയർ, 2 പ്ലാനിങ്, 3 പ്രിപ്പറേഷൻ. പ്രിപ്പറേഷനെ കുറിച്ച് പറഞ്ഞപ്പോ മുമ്പേ പറഞ്ഞല്ലോ, ഒരുക്കം. വേദപുസ്തകം ആദ്യം വായിക്കണം, പരിശുദ്ധാത്മാവ് തരുന്ന നോട്ട് കുറിക്കണം, എന്നിട്ട് പാഠസഹായി വായിക്കണം. പാഠസഹായി ആവർത്തിച്ച് വായിക്കണം. പാഠസഹായി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസ്സിലെ പുസ്തകം. ഇത് ആവർത്തിച്ച് വായിക്കണം. ഇതൊരിക്കലും പിള്ളേരുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് എന്നാ പിന്നെ ഒരു കാര്യം, എത്രാമത്തെ പാഠമാടാ? 4ാമത്തെ പാഠമാണ്. എന്നാ പിന്നെ വായിച്ചു തുടങ്ങിക്കോ. വായിച്ച് അവനൊരു കോണിയിരുന്ന് വായിക്കുന്നു, അധ്യാപനം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും അല്ല അധ്യാപനം. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് ഒരാഴ്ച കൊണ്ട് ഇത് വായിച്ച് 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 സ്വന്തം ഭാഷയിൽ പിള്ളേർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് വരെ വായിക്കണം, ഗ്രഹിക്കണം. അതാ പ്രിപ്പറേഷൻ. ചില വാക്കുകളുടെ അർത്ഥം കണ്ടെത്തണം. ഇപ്പൊ ഒരു ഉദാഹരണം, ഉത്തരോത്തരം. ഉത്തരോത്തരം നമ്മുടെ ഈ 11ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള ഒരു വാക്കാണ് ഉത്തരോത്തരം. ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം 11ാം ക്ലാസ് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള വാക്കുകൾ കണ്ടത്. അടുത്ത പ്രാവശ്യം എന്തായാലും അതിന്റെ അർത്ഥം കൊടുത്ത് പുസ്തകം ഇറക്കുന്നുള്ള തീരുമാനിച്ചു. പക്ഷെ ഉത്തരോത്തരം ഇതിന്റെ അർത്ഥം പല അധ്യാപകർക്കും അറിയത്തില്ല. അപ്പം ഡിക്ഷണറി എടുത്ത് നോക്കണം. അപ്പൊ എന്താ മനസ്സിലാകുന്നത്? മേൽക്കുമേലെന്ന് അതിന്റെ അർത്ഥം, മേൽക്കുമേൽ. അപ്പൊ അറിയാൻ മേലാത്ത വാക്കുകള് അല്ലെങ്കിൽ അതിന്റെ അർത്ഥങ്ങൾ ഒന്ന് ഈ ഡിക്ഷണറി നോക്കണോ, അല്ലെങ്കിൽ ഇപ്പം ഗൂഗിൾ ഉണ്ട്, ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ പാസ്വേഡ് ചോദിക്കണം. പകുതി അറിവോടുകൂടി പോകരുത്. എന്റെ കുഞ്ഞ് 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കുറ്റപ്പുഴയിൽ വെച്ച് 9ാം ക്ലാസ്സിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ ഒരമ്മച്ചി അവിടെ പഠിപ്പിക്കുന്നു. ഈ അമ്മച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കാൻ അറിയത്തില്ല. ഞാൻ വന്ന സമയം മുതൽ എനിക്ക് മനസ്സിലായി പഠിപ്പിക്കാൻ അറിയാം. ഞാൻ പല ട്രെയിനിങ് കൊടുത്തു, പക്ഷെ അമ്മച്ചി മാറത്തില്ല. അവസാനം ഞാൻ പറഞ്ഞു, എന്നെ അമ്മച്ചി പ്രായമൊക്കെ ആയല്ലോ, അതുകൊണ്ട് ഇനിയിപ്പം ചെറുപ്പക്കാര് പഠിപ്പിക്കട്ടെ, ഒന്ന് മാറാൻ പറഞ്ഞപ്പോ എന്നോടൊരിക്കലും പറഞ്ഞു, കാലേവിനെ പോലെ വയസ്സ് 85 ആയെങ്കിലും ഇന്നും ഊർജത്തിൽ നിൽക്കുകയാണ്, മാറത്തില്ല. ചിലരെ അങ്ങനെ പ്രയോജനമില്ലെന്ന് കണ്ടാലും മാറും. ഞാൻ വേറൊരു സഭയെ ശുശ്രൂഷിക്കുമ്പോ ഇത് ശൈലി മാറ്റാൻ വേണ്ടി പറയാം. വേറൊരു സഭയെ ശുശ്രൂഷിക്കുന്ന ഒരു പ്രായമായ അപ്പച്ചൻ
പുള്ളിക്കാരൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിനകത്തൊന്നും മാറത്തില്ല. പുള്ളിയുടെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ എല്ലാ ആഴ്ച ഒരു പ്രബോധനമുണ്ട് സഭയിൽ. പുള്ളി പാഠം വായിച്ചേച്ച് പുള്ളിയുടെ പ്രബോധനമാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത്. പാഠം പഠിപ്പിക്കുകയില്ല, അന്നത്തെ പ്രബോധനമാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ പരിശീലനം അന്നത് പറയാനുള്ളത്. അവസാനം എല്ലാ പിള്ളേരും കൂടെ എല്ലാ വർഷവും വന്ന് പറഞ്ഞു, അവറാപ്പച്ചന്റെ ക്ലാസ് ഞങ്ങളെ ഇടല്ലേ അത് എന്നോട് വന്ന് കരഞ്ഞു പറയും. ഏതെങ്കിലും ഒരു ക്ലാസ് ഏതെങ്കിലും പിള്ളേരെ ഇട്ടേ പറ്റൂ. കാരണം അപ്പച്ചന്റെ 3 മക്കൾ സ്ട്രോങ് കുടുംബം സഭയിലുള്ളത്. തൊട്ടാൽ വിവരം അറിയും. അപ്പച്ചനെ മാറ്റാൻ പറ്റത്തില്ല, അപ്പച്ചനൊന്നും മാറത്തുമില്ല. അവസാനം ഒരു ക്ലാസ് ഇട്ട് കഴിയുമ്പോൾ എന്നെ മുന്നേ ഈ പിള്ളേർ പോകുന്ന കണ്ടാൽ, പണ്ട് സതീ സമ്പ്രദായം ഉണ്ടായിരുന്ന കാലത്ത് ഭർത്താവിന്റെ ചെതയിലേക്ക് ഭാര്യയെ തള്ളിവിടുന്ന പോലെ ഒരു വർഷം മുഴുവൻ അവറാപ്പച്ചൻ ഒരുക്കുന്ന ചെതയിലോട്ട് ഈ പിള്ളേർ ചാടാനായിട്ട് പോകുന്ന രംഗം എത്ര സങ്കടമാണ്. ഞാൻ അതുകൊണ്ട് ഇന്ന് പകൽ പറയുന്നത്, ഇന്ന് രാത്രി പറയുന്നത്, ഒന്നുകിൽ നമ്മുടെ ശൈലി മാറ്റണം, ഫലപ്രദമുള്ള അധ്യാപകനായി മാറണം. അതിന് വയസ്സൊന്നും ഒരു പ്രശ്നമല്ല. എത്ര വയസ്സിലും നന്നായിട്ട് പഠിപ്പിക്കണം. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ ഒഴിഞ്ഞു കൊടുത്തിട്ട് ചെറുപ്പക്കാരെ കൊടുക്കും. അതാ വേണം. ഞാൻ ഒഴിഞ്ഞു കൊടുക്കാൻ പറയുന്നില്ല, പക്ഷെ ശൈലി മാറ്റാൻ പറയും. അപ്പൊ ഞങ്ങളുടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചിനോട് പ്രൊട്ടസ്റ്റന്റ് സഭ എന്ന വിഷയം വന്നപ്പോ എന്നെ മോള് ചോദിച്ചു, പ്രൊട്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്നാ? ഉടനെ അമ്മച്ചി പറഞ്ഞു, ഫോട്ടോസ്റ്റാറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫോട്ടോസ്റ്റാറ്റ്, അതാ പ്രൊട്ടസ്റ്റന്റ്. ഈ കൊച്ച എന്നോട് വന്ന് പറഞ്ഞു, ഇങ്ങനെയാണോ? ഞാൻ പെട്ടെന്ന് അതിനെ തിരുത്തി കൊടുത്തു. സത്യം പറഞ്ഞാൽ എന്റെ മോളല്ലായിരുന്നെങ്കിൽ അതിന് മറ്റൊരു പുതിയ അറിവ് ലഭിക്കുന്നത് വരെ പ്രൊട്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസ്റ്റാറ്റ് എന്നേ. അപ്പൊ അധ്യാപകന്റെ അജ്ഞത വിദ്യാർത്ഥിയിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് അർത്ഥമറിഞ്ഞ് വാക്കുകളുടെ അർത്ഥം പറഞ്ഞൊക്കെ വേണം. യഹോവ എന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകുകയില്ല. LKG പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ഈ വാക്യം പഠിപ്പിക്കുമ്പോ കുഞ്ഞിനെ അറിയാവുന്നത് 4 മുട്ട, 2 കൈമുട്ടും 2 കാലുമുട്ടും. എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ആ മുട്ടെന്നൂടെ പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അധ്യാപികയ്ക്കുണ്ട്. അപ്പൊ ക്ലാരിറ്റി വരുത്തുക, വിശദീകരണം കൊടുക്കുക, അർത്ഥം കണ്ടെത്തുക. അപ്പൊ ഇതാണ് പ്രിപ്പറേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുക. 4ാമത്തെ കാര്യമാണ് പ്രസന്റേഷൻ. ഞാൻ ഇതിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. പ്രസന്റേഷൻ, ഈ അവതരണം എന്ന് പറയുന്ന വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനിപ്പോ ഈ 1 മണിക്കൂറായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവതരണത്തിൽ വലിയ മിടുക്കനാണെന്നൊന്നുമല്ല പറയുന്നത്. എങ്കിലും നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കാനായിട്ട്, ശ്രദ്ധ മാറിപ്പോകാതിരിക്കാനായിട്ട് എന്നാൽ ആവോളം ശബ്ദ വ്യതിയാനങ്ങൾ ഞാൻ വരുത്തി, ഉദാഹരണങ്ങൾ ഞാൻ കയറ്റി, എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഇതൊക്കെ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ശ്രദ്ധ മാറിപ്പോകാതെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കും. ഈ 1 മണിക്കൂറത്തെ ക്ലാസ് കഴിയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതല്ല കേൾക്കേണ്ടത്, നിങ്ങൾ എന്ത് ഗ്രഹിച്ചു എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാർത്ഥികളോട് 1 മണിക്കൂർ നമ്മൾ ക്ലാസ് എടുത്തു എന്നുള്ളതല്ല, ആ 1 മണിക്കൂർ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഈ പ്രസന്റേഷൻ വളരെ പ്രധാനം. നമ്മള് അക്ഷരം അറിയാതെ പിള്ളേരോട്, തെറ്റിച്ച് വായിക്കുന്ന പിള്ളേരോട് പറയാറുണ്ട്, വേദപുസ്തകം ഉറക്കെ വായിക്കണം, നിങ്ങൾ തന്നെ വായിക്കും. ഞാൻ നിങ്ങളോട് പറയുക, ഈ പത്രങ്ങളൊക്കെ നന്നായിട്ട് വായിക്കും. നല്ല അക്ഷരസ്ഫുടത ഉണ്ടാകാനായിട്ട് പത്രങ്ങളൊക്കെ എടുത്ത് വായിക്കണം. പ്രത്യേകിച്ച് നല്ല കാഴ്ചപ്പാട് പേജിലെ, മലയാള മനോരമയൊക്കെ വരുത്തുന്ന ഒരു കാഴ്ചപ്പാട് പേജിലെ ആനുകാലിക ലേഖനങ്ങളൊക്കെ എടുത്ത് വായിക്കണം. ഭാഷകൾക്കുണ്ടാകുന്ന വ്യതിയാനം, സംഭവങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ, ഇതെല്ലാം നമുക്ക് അറിയാനും അവതരിപ്പിക്കാനായിട്ടും കഴിയും. അതുകൊണ്ട് വായനാശീലം വേണം. നല്ല ഫലിതം എന്ന് പറഞ്ഞാൽ തരംതാണ ഫലിതങ്ങളല്ല ഞാൻ പറയുന്നത്, നല്ല ചിന്തോദ്ദീപങ്ങളായ ഫലിതങ്ങള്, നല്ല കഥകള്, നല്ല ഉദാഹരണങ്ങള്, ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം. ഒരാഴ്ച കൊണ്ട് പ്രിപ്പയർ ചെയ്ത് വേണം കുഞ്ഞുങ്ങൾക്ക്. എങ്കിൽ നിങ്ങളോട് പറയും, അടുത്ത പ്രാവശ്യം പാസ്റ്ററോട് പറയും, ഈ ആന്റിയെ തന്നെ ഞങ്ങൾക്ക് മതിയെന്ന്. ഇല്ലെങ്കിൽ പിള്ളേർ പറയും, അവറാപ്പച്ചന്റെ കാര്യം പറഞ്ഞ പോലെ ഒഴിവാക്കി വിടണേ. അപ്പൊ അതുകൊണ്ട് നന്നായി ചെയ്യാൻ ദൈവം കൃപ ചെയ്യട്ടെ. എന്റെ സമയം ഇവിടെ തീർന്നു എന്ന് ഞാൻ മനസ്സിലാക്കും. ശരിയല്ലേ സാറേ? സാറേ ഓക്കെ. ഞാൻ സമാപിപ്പിക്കുകയാണ്. ബോംബെയിലെ കുറെ വർഷങ്ങൾക്ക് പുറകിൽ ഒരു ഹിന്ദു കോളേജ്, ഗിദേൻസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടനക്കാർ ഒരു നീല ബൈബിള് വിതരണം ചെയ്യാൻ അനുവാദം ചോദിച്ചു. അധികാരികൾ നിഷേധിച്ചു. പല പ്രാവശ്യം അവർ പോയി വാതിൽ മുട്ടി. പ്രിൻസിപ്പൾ പറഞ്ഞു, ഇത് ഹിന്ദു കോളേജാണ്, ഇവിടെ ബൈബിൾ അനുവദിക്കത്തില്ല. ഈ സഹോദരന്മാര്
പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവെ ഒരു വാതിൽ അവിടെ തുറക്കണേന്ന്. കുറെ വർഷങ്ങൾക്ക് പറയും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ആ കോളേജിൽ ഒരു വാഹനം വാങ്ങാനായിട്ട് അവിടുത്തെ സീനിയർ ക്ലാർക്കും മറ്റൊരു സീനിയർ അധ്യാപകനും കൂടെ ബാങ്കിൽ നിന്ന്, ഇന്നത്തെ പോലെ ക്യാഷ്ലെസ് സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന കാലമല്ല, ആ ബാങ്കിൽ നിന്ന് കെട്ടുകണക്കിന് നോട്ടെടുത്ത്, ലക്ഷക്കണക്കിന് രൂപ നോട്ടെടുത്ത് ബാഗിൽ വെച്ചുകൊണ്ട് ഒരു ഓട്ടോറിക്ഷയിൽ മുംബൈ പട്ടണത്തിൽ ഓട്ടോറിക്ഷ വിളിച്ച് ഇവര് ഷോറൂമിലേക്ക്. പക്ഷെ ഷോറൂമിന്റെ വാതിക്കൽ ചെന്നപ്പോൾ അവര് ബാഗ് ഓട്ടോയിൽ മറന്നു. അവര് പരസ്പരം വിചാരിച്ചു മറ്റു ആ ആൾ എടുത്തിട്ടുണ്ട്, അദ്ദേഹം വിചാരിച്ചു ഈ ആളായിരിക്കും എടുത്തത്, അതുകൊണ്ട് മറന്നുപോയി. അവിടെ ചെന്നപ്പോ പൈസയില്ല. പെട്ടെന്ന് കോളേജിലേക്ക് വിളിച്ചു. കോളേജുകാർ പറഞ്ഞു വേഗം തിരിച്ചു വരാൻ പറഞ്ഞു. അവിടെ ചെന്നു. അത്യാവശ്യം പ്രിൻസിപ്പളിന്റെ റൂമിൽ കൂടി എല്ലാവരും വളരെ വിഷമത്തിരിക്കുകയാണ്. മുംബൈ നഗരത്തിലെ ഏത് ഓട്ടോറിക്ഷയാ, നമ്പറൊന്നുമില്ല, ആരെ കണ്ടുപിടിക്കും, ആകപ്പാടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ഓട്ടോറിക്ഷ അവിടെ കൊണ്ടു നിർത്തി. ഒരു മനുഷ്യൻ ബാഗുമായിട്ട് വന്ന് ഈ ബാഗ് വെച്ചിട്ട് പറഞ്ഞു, സാർ, എന്റെ ഓട്ടോറിക്ഷയിൽ മറന്നുപോയതാണിത്. ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള സംസാരത്തിൽ ഈ കോളേജിന്റെ പേര് പറയുന്നത് കേട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ കോളേജിലെ അധ്യാപകരാണ്. ഇത് നോക്കാൻ പറഞ്ഞു. പ്രിൻസിപ്പൽ പെട്ടെന്ന് നോട്ട് കെട്ടെടുത്ത് എണ്ണി നോക്കി 1 രൂപ പോലും കുറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഈ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ചോദിച്ചു, ഈ മുംബൈ നഗരത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ പൈസ കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്ന്. ഉടനെ ഈ മനുഷ്യൻ ഷർട്ടിന്റെ ഉൾപോക്കറ്റിൽ നിന്ന് ഒരു നീല ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, സാറേ, ഒരു മാസം മുമ്പായിരുന്നെങ്കിൽ ഈ പണം ഇവിടെ വരത്തില്ലായിരുന്നു. പക്ഷെ 1 മാസം മുമ്പ് എന്റെ കുഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് ഈ പുസ്തകം കുഞ്ഞു വഴി എനിക്ക് ലഭിച്ചു. ഈ പുസ്തകം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾക്കറിയാമോ, ആ ഉടൻ തന്നെ ഗിദേൻസ് ഇന്റർനാഷണൽ ആൾക്കാരെ വിളിച്ചിട്ട്, അധികാരികളെ വിളിച്ചിട്ട് ഈ പ്രിൻസിപ്പൾ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യം പോലെ ബൈബിള് ഈ സ്ഥാപനത്തിൽ വിതരണം ചെയ്യാൻ. ഞാൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന പുസ്തകമാണ്. അത് പഠിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് കര ഉയർത്തി നമുക്ക് ദൈവത്തിനൊരു സ്തോത്രം ചെയ്യാം. ഏറ്റവും നന്നായി പഠിപ്പിക്കാൻ, കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാൻ നമ്മെ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് എല്ലാവരെയും ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി. ദൈവം സഹായിക്കും. കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടുള്ള സ്നേഹവും വന്ദനവും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. വളരെ സരസമായും ആത്മാംശവും ഒക്കെ ചേർത്ത് വളരെ ഉദാഹരണങ്ങളും തന്റെ അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കുവാനായിട്ട് കർത്താവിന്റെ ദാസനധികം സഹായിച്ചുവല്ലോ. അതിലുപരിയായി എങ്ങനെ നമുക്കൊരു ക്ലാസ് കൈകാര്യം ചെയ്യണമെന്നും കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെ കർത്താവിനെ നൽകണമെന്നുമുള്ള വിലപ്പെട്ട പാഠങ്ങൾ കർത്താവിന്റെ ദാസനിലൂടെ നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നല്ലോ. ഇതൊക്കെയും നമ്മൾ അധ്യാപകരാകുന്ന നമുക്ക് എല്ലാവർക്കും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. വരും ദിവസങ്ങളിൽ നമ്മുടെ സൺഡേ സ്കൂളിന്റെ ചിത്രം തന്നെ മാറുന്ന അനുഭവത്തിലേക്ക് ഇവയൊക്കെയും പ്രയോജനകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ കേൾക്കുക മാത്രമല്ല, അതൊക്കെ നമ്മുടെ സൺഡേ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെയും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ എത്തുവാനായിട്ട് സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിലേക്ക്, നമ്മുടെ തുടക്കത്തിലെ പറഞ്ഞല്ലോ, ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ സഭ. അങ്ങനെയെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ നമ്മുടെ സഭയെല്ലാം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നാം ഈ കേട്ട ദൈവിക ആലോചനകള്, ക്ലാസ്സുകള്, ട്രെയിനിങ് എല്ലാം നമുക്ക് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ മീറ്റിംഗ് നമുക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. അതിനു മുമ്പായിട്ട് ഈ മീറ്റിംഗ് നമുക്ക് അതിനെച്ചാ സൗണ്ട് കേൾക്കുന്നില്ലേ? സൗണ്ട് കേൾക്കുന്നില്ല. ഇല്ല, സൗണ്ട് കേൾക്കുന്നില്ല. അതിനെച്ചാ ഹെഡ്സെറ്റ് ഒന്ന് ഊരാമോ? ഹെഡ്സെറ്റ് ഒന്ന് ഊരി നോക്കിയേ.
ഇല്ല, കേൾക്കുന്നില്ല. മനോജ, പ്രൈസ് ലോർഡ്. മനോജ, കൃതജ്ഞത പറയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ നമുക്ക് സൂം മീറ്റിങ്ങിലൂടെ സൺഡേ സ്കൂളിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായി ദൈവമായ കർത്താവ് സഹായിച്ചല്ലോ. എല്ലാ ദൈവം ചെയ്ത നന്മകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സമയം വളരെയധികം ദീർഘമായി, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹുമാന്യ അധ്യക്ഷൻ പാസ്റ്റർ അനിൽ സി ജോർജ് ഈ ചൈൽഡ് ഇവാഞ്ചലിസം ബോർഡിന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്നു. തൻ്റെതായ കാഴ്ചപ്പാടുകളൊക്കെ ഈ സൺഡേ സ്കൂൾ ബോർഡിനെ മുമ്പോട്ട് നയിച്ചുകൊണ്ടേയിരിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിന് ദൈവമായ കർത്താവ് അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. ഈ അധ്യക്ഷപദം അലങ്കരിച്ചതിന് സൺഡേ ചൈൽഡ് ഇവാഞ്ചലിസം ബോർഡിന്റെ പേരിലുള്ള നന്ദി ഞങ്ങളെ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഗസ്റ്റ് സ്പീക്കറായി ഇന്ന് രാത്രിയിൽ നമ്മളോട് സംസാരിച്ച എബ്രഹാം തോമസ് സാറ് ഷരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സൺഡേ സ്കൂൾ അസോസിയേഷന്റെ പ്രസിഡന്റായി താൻ സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തോടുള്ള കൃതജ്ഞത ചൈൽഡ് ഇവാഞ്ചലിസ്റ്റ് ബോർഡ് കല്ലമല ദേവസ്വയുടെ പേരിൽ ഈ സമയത്ത് ഞങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. അതുപോലെ തന്നെ മീറ്റിംഗ് ഉദ്ഘാടനം നിർവഹിച്ച ദൈവസഭയുടെ ജനറൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാന്യ രാജു കെ ജോർജ് ഈ മീറ്റിംഗിന്റെ പേരിൽ ചൈൽഡ് ഇവാഞ്ചലിസം ബോർഡിന്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും ഇത്തരുണത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. കൂടാതെ പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മോടൊപ്പം ചേർന്ന അലക്സാണ്ടർ സാറ് ചൈൽഡ് ഇവാഞ്ചലിസം ബോർഡിന്റെ രക്ഷാധികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ്. സൂം മീറ്റിംഗിന്റെ സാങ്കേതിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബ്രദർ ടിബിൻ തോമസ്, അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ സമയത്ത് ചൈൽഡ് ഇവാഞ്ചലിസം ബോർഡിന്റെ പേരിൽ അറിയിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സ് അവരെ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈ മീറ്റിംഗിൽ പങ്കെടുത്ത് ഇത് വിജയമാക്കി തീർത്ത എല്ലാ അധ്യാപകരോടും, ഹെഡ് മാസ്റ്റേഴ്സ്, ലോക്കൽ സഭയിലെ ചർച്ചിലെ പാസ്റ്റേഴ്സ് എല്ലാവരോടുമുള്ള ഹൃദയംഗമായ നന്ദി ഈ സമയത്ത് ചൈൽഡ് ഇവാഞ്ചലിസ്റ്റ് പേരിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, നമുക്ക് ഈ മീറ്റിംഗ്, നമുക്ക് ഈ ട്രെയിനിങ് സെഷൻ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനായിട്ട് നമ്മുടെ സെക്ഷൻ കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന പ്രിയ ലിജി പാസ്റ്ററെ ക്ഷണിക്കുന്നു. മാത്യു തോമസ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറയാനായിട്ട് കർത്താവിന്റെ ശ്രേഷ്ഠദാസനെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കാരുണ്യവാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവമേ, ഞങ്ങളെ ആഗ്രഹിക്കുകയും അതിനുവേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്ത ഞങ്ങളുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹമായി നടത്തുവാൻ ദൈവം സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത് നേതൃത്വം കൊടുത്തവർ, സഹായിച്ചവർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കർത്താവെ, ട്രെയിനിങ്ങിന് നേതൃത്വം കൊടുത്ത എബ്രഹാം സാറിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവദാസനെ അനുഗ്രഹിക്കണമേ. അനേകർക്ക് പ്രകാശമായിട്ട്, അനേകർക്ക് നല്ല അറിവ് പകർന്നു കൊടുക്കുവാൻ നിന്റെ ദാസനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാ ദൈവദാസന്മാര്, പേരൻസ്, ടീച്ചേഴ്സ് എല്ലാവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരിന്ന് കേട്ട ആ ദൈവത്തിന്റെ വചനങ്ങളും ദൈവിക നിർദ്ദേശങ്ങളും സൺഡേ സ്കൂൾ അവർക്ക് പ്രായോഗികമാക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സൺഡേ സ്കൂളിനെയും
സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും നാം എല്ലാവരോടും, ഇന്ന് നടന്ന ട്രെയിനിങ് സെക്ഷനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാർ ആകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവേ വേഗം വരേണമേ. ഈ മീറ്റിംഗ് സെഷനിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള ടീച്ചേഴ്സിനോടും, പ്രത്യേകാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്ലാസ് കൈകാര്യം ചെയ്ത എബ്രഹാം സാറിനോടും, അതേപോലെ പ്രിയ രാജ് സാറിനോട്, അതേപോലെ പ്രിയ ബിജു പാസ്റ്റർ, ചൈൽഡ് അഡ്വൈസറി ബോർഡിന്റെ എല്ലാ മെമ്പേഴ്സ്, അധ്യാപകരെ, മാതാപിതാക്കൾ എല്ലാവർക്കുമുള്ള പ്രത്യേക സ്നേഹവും വന്ദനവും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.